ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഡിസ്കഷന് വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ലോറൻസ് യോഹന്നാൻ പാസ്റ്റർ, അതുപോലെ വിൽസൺ ബെഞ്ചമിൻ പാസ്റ്റർ ബ്രദറാണ്. കഴിഞ്ഞ ദിവസം ഒരു ഓപ്പൺ ഡിസ്കഷൻ ട്രിനിറ്റി ഓർ വണ്ണസുമായുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. എന്നാൽ ആ വിഷയം അന്ന് ഇപ്രകാരം സംസാരിച്ചിരുന്നു: അതിൻ്റെ ബാക്കിയായിട്ട് അന്ന് ആ വിഷയം കംപ്ലീറ്റ് തീർക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വീണ്ടും അടുത്ത ഒരു ദിവസം ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് രണ്ടാമതായി ചെയ്യാം എന്ന് ഇങ്ങനെ സംസാരിച്ചാണ് പിരിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള ദൈവദാസന്മാരെ ഹാർദവമായി ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്കും ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വിൽസൺ ബ്രദർ തൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം വീണ്ടും ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ലോറൻസ് പാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ശബ്ദത്തിൽ പറയാം. ഒരു ടെക്നിക്കൽ തടസ്സം സംഭവിച്ചത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹം അറിയിക്കുന്നത്. ഞങ്ങളെ തുടക്കത്തിൽ വിൽസൺ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ധാരണയിൽ എത്തിയെന്ന് പറഞ്ഞാൽ, ആദ്യം കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രോഗ്രാമിന്റെ ഒരു 2 മിനിറ്റ് പ്രസക്ത, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പ്രോഗ്രാമിന്റെ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു 2 മിനിറ്റ് ഞാൻ മുൻപോട്ട് കാണിക്കുകയും അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച അദ്ദേഹം ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ നടത്തിയ പ്രോഗ്രാം, അതിന്റെ വിശദീകരണ മീറ്റിംഗ് ആയിരുന്നു. നമ്മൾ വിശദീകരിക്കുമായിരുന്നു, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതുപോലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഈ ഞായറാഴ്ച. അപ്പോ അത് അദ്ദേഹം കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. നമ്മൾ ചെയ്ത പ്രോഗ്രാമും ഞാൻ കൊടുത്ത ആ ഭാഗത്തിന്റെ എബ്രായർ 2 വിശദീകരണങ്ങളും. അതിൽ ഞാൻ ചെയ്ത ഒരു പ്രസക്തമായ ഒരു 5 മിനിറ്റൂടെ, 5 ഉം 2 ഉം 7 മിനിറ്റ് ഞാൻ ആദ്യം ഒന്ന് അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കാണുന്നവർക്ക് ഒരു കണ്ടിന്യൂറ്റി കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം വിൽസൺ സവൻ താൻ തയ്യാറായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പ്രദർശിപ്പിക്കാം. സാജി പാസ്റ്റർ മ്യൂട്ടഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. എല്ലാവർക്കും ക്രിസ്തുയേശു സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ സമയം അധികം നഷ്ടപ്പെടുത്താതെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഷെയറിങ് എനിക്ക് ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ ഗോസ്പൽ ഫോർ ടിവിയിലും അതുപോലെ ക്രൈസ്റ്റ്ലോ എന്ന ചാനലിലും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിന്റെ ലൈവുകൾ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ് എൻ്റെ സ്ക്രീനിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രോഗ്രാമിന്റെ ഒരു 2 മിനിറ്റ് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടിരുന്നത് നമ്മുടെ വിൽസൺ സഹോദരനും അതുപോലെ പലരും കണ്ടതാണ്. ഈ 2 മിനിറ്റ് ഇത് ഞാൻ മുന്നോട്ട് എടുക്കുകയാണ്. മുന്നോട്ട് എടുത്തിട്ട് ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കേൾക്കാറായെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു ആ സൗണ്ട്? അതിൽ ശബ്ദം കുറവാണ്. ഓക്കെ, ഞാൻ അതിന്റെ സൗണ്ട് കൂട്ടാം. ഒരു മിനിറ്റ്. അതിന് വേറൊരു ഓപ്ഷൻ. ഒരു മിനിറ്റ്. സ്പീക്കർ സിസ്റ്റം, ഹെഡ്ഫോൺ, ഹെഡ്സെറ്റ്. ഞാൻ ഒന്നുകൂടെ ഇന്നത്തെ പ്രസന്റേഷന്റെ ഇത് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇപ്പൊ ഈ പറയുന്നേ കേൾക്കാമോ? സൗണ്ട് കുറവാ അല്ലയോ? അതോ സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവർ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞനാക്കുന്നത് യുക്തമായിരുന്നു.
വിശദീകരിക്കുന്നവരും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഞാൻ സ്ക്രീനിൽ കാണിക്കും. പത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് 14 ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം അതിനകത്ത്. ഞാൻ നിന്റെ നാമത്തിന്റെ സൗമ്യമായി കൃത്യ സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കും. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡത്തോടു കൂടി ആകൊണ്ട് അവനും അവരെ പോലെ എന്താണ് ആകൊണ്ട് അവനും. ഈ അവന് ഇത് ദൈവമാണോ അതോ യേശുക്രിസ്തുവിനെ കുറിച്ച് പുത്രനെ കുറിച്ചാണ് പറയുന്നത്? ആകെ കൊണ്ട് അവനും. ഇവിടെ ആദ്യമേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും മക്കളെ പറ്റി പറയുമ്പോൾ ആരെ പറ്റിയാണ്? ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ ആരാണ്? മക്കൾ എന്ന് പറയുമ്പോൾ ആരുടെ മക്കളാണ്? പിതാവിന്റെ മക്കളാണ്. അപ്പൊ പിതാവിന്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് പിതാവ് എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് അവര് ജഡരക്തങ്ങളോട് കൂടെ അവനും ജഡരക്തങ്ങളോ. അപ്പൊ ആത്മാവായവൻ ജഡരക്തങ്ങളോട് കൂടി മരണത്തിന്റെ അധികാരിയെ തോൽപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അവൻ ആരാണ്? ദൈവമാണോ? അവൻ ദൈവത്തെ പറ്റിയാണ്, പിതാവിനെ പറ്റിയല്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ആരുടെ മക്കളെ പറ്റിയാ പറയുന്നത്? ഇവിടെ പിതാവിനെ കുറിച്ചാ പറയുന്നത്. 100% മക്കളെ പറ്റിയാണ് ഇവിടെ പറയുന്നെങ്കിൽ മക്കൾ ആരുടെ മക്കളാണ്? ദൈവമക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആരുടെ മക്കളാണ് ദൈവമക്കൾ? ഇന്നത്തെ സബ്ജക്ട് ഇതായിരുന്നു. എബ്രായർ 2:10 തുടങ്ങിയുള്ള വാക്യമാണ്. നമുക്ക് അടുത്ത മീറ്റിംഗിൽ ഈ വിഷയം ഇദ്ദേഹം ഒന്ന് വിശദീകരിക്കേണ്ടത് ഞാനും വിശദീകരിക്കാം. അത് അദ്ദേഹം പറഞ്ഞത് പിതാവിനെ കുറിച്ചാണ് പറയുന്നതാ പറഞ്ഞത്. ഞാൻ അത് യേശുക്രിസ്തുവാൻ തെളിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതുവരെ പറഞ്ഞത് സൗണ്ട് ക്ലിയർ ആയിരുന്നു? കേൾക്കാമായിരുന്നു? കേൾക്കാം. അപ്പൊ നമ്മൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കഴിഞ്ഞ ബുധനാഴ്ച മീറ്റിംഗിൽ, ഈ ബുധനല്ല അതിന് മുമ്പത്തെ ബുധനാഴ്ച മീറ്റിംഗിൽ, അതോ ഞായറായിരുന്നു വിൽസൺ പറ? നമ്മൾ ഒരുമിച്ച് നടത്തിയത് ഞായറായിരുന്നു ശനിയാഴ്ച. ആ ശനിയാഴ്ച മീറ്റിംഗിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ആയിരുന്നു എബ്രായർ 2. അതിന്റെ ഭാഗം ഞാൻ കാണിച്ചു, നിങ്ങൾ അത് കേട്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോ മക്കൾ എനിക്ക് തോന്നുന്നത്, പക്ഷെ ബ്രദർ പറഞ്ഞത് പുത്രൻ ആണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അസേർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പുത്രൻ ആണെന്ന് തോന്നുന്നത്. പക്ഷെ കഴിഞ്ഞ വീഡിയോക്കകത്ത് അത് പിതാവാണെന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അല്ല, അത് ക്ലിയർ ആക്കാം. അവനും എന്ന് നമ്മൾ അവിടെ കാണിച്ച സംസാരം തുടങ്ങിയാണ്ട് അവനും എന്നുള്ള ഭാഗം, ആ അവൻ എന്ന് പറയുന്നത് പുത്രനാ. അവൻ എന്ന് പറയുന്നത് പുത്രനാണ്. എന്നാൽ മക്കൾ എന്ന് പറയുന്നത് ആരുടെ മക്കളാണ്? പിതാവിന്റെ മക്കളാണ്. അതാണ് നമ്മുടെ പോയിന്റ്, ഞങ്ങളുടെ പോയിന്റ്. ട്രിനിറ്റിയുടെ സ്റ്റാൻഡ് മക്കൾ എന്ന് പറയുന്നത് പിതാവിന്റെ മക്കളും, എന്നാൽ അവനും ജഡരക്തത്തോട് കൂടിയതായെന്ന് പറയുന്ന അവൻ എന്ന് പറയുന്നത് പുത്രനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പക്ഷെ സഹോദരൻ എന്റെ അറിവിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിതാവിന്റെ മക്കളാകയാൽ അവനും എന്ന് പറഞ്ഞത് പിതാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. രണ്ടും പിതാവിനെ കുറിച്ച് തന്നെയാണ്. മക്കൾ ആരുടെയാണോ അവൻ എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ച് തന്നെയാണെന്നാണ് താങ്കൾ അവിടെ പറഞ്ഞത്. ഓക്കെ. എനിവേ, അപ്പൊ ഞാൻ ഇനിയും അടുത്തത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ എക്സ്പ്ലനേഷൻ ഞങ്ങൾ ചെയ്തതിലേക്ക് ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്ന് പോവാണ്. അപ്പം ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ ക്ഷമിക്കണം, ഫേസ്ബുക്കിന്റെ ഇതിലോട്ടൊന്ന് പോയിക്കോട്ടെ. അതിന് മുമ്പ് ജസ്റ്റ് യെസ്, ഞാൻ അതാ വരുന്നു, ഷെയർ ചെയ്യാൻ പോവാണേ. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ മീറ്റിംഗ്. അത് ഞാൻ മുന്നോട്ട് ഇത് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ 20-ാം മിനിറ്റ്, അതിന്റെ 20-ാം മിനിറ്റ് മുതൽ ഒരു 5 മിനിറ്റ് ആണ് നിങ്ങളുടെ മുമ്പ് ഞാൻ കൊണ്ടുവരുന്നത്. 15-12 നമ്മുടെ ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ചോട്ടെ. പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോടും വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. മനസ്സിലായി ആ കോൺടെക്സ്റ്റ്. പക്ഷെ എങ്കിലും കറക്റ്റ് 20 മിനിറ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. 19:50 മുതൽ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് വരികയാണ്. യെസ്. തിരിച്ചു പോകുമ്പോൾ ആ ആത്മാവ് തിരിച്ചു പോകുമ്പോൾ ആ പഴയ ആത്മാവിൽ ചേർന്നിട്ട് പിന്നെ പുത്രൻ എന്നുള്ള നിലയിലില്ല, പണ്ടുമില്ല
ഇനിയും ഇല്ല. പക്ഷെ ഇടക്കാലത്തൊരു ഒരു ഷോയ്ക്ക് മാത്രം അവതരിച്ചതാണ് ഈ യേശുക്രിസ്തു എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പൊ നമ്മൾ ഇനിയും ഇത് ഷോ മാത്രമായിരുന്നോ, യേശുക്രിസ്തു വ്യക്തമായും എക്സിസ്റ്റഡ് ആയിരുന്നോ, തന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ ആയിരുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ആധാരമായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞത് എബ്രായർ 2:10 തുടങ്ങി 18 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഭാഗത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. ജസ്റ്റ് നമ്മളെല്ലാവരും അതിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇത് കാണാവുന്ന കരുതുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എബ്രായർ 2:10 തുടങ്ങി 18 വരെയുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ചുമന്ന വര വരച്ചിട്ടുണ്ട്, നീല വര വരച്ചിട്ടുണ്ട്, പച്ച വര വരച്ചിട്ടുണ്ട്. ഈ ചുമന്ന വര 7 ഇടത്ത് കാണാം. അത് ഗോഡ്, പിതാവ്, ദൈവം എന്നൊക്കെ പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ഫസ്റ്റ് പേഴ്സണെ നമ്മൾ ഗോഡായിട്ട് എടുക്കാം ഇതിനകത്ത്. അങ്ങനെ 7 വരകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഇതിലേതെങ്കിലും ഈ പ്രസന്റേഷൻ നിങ്ങൾ കാണുന്നതിനാൽ നിങ്ങൾ നാളെ ഞായറാഴ്ച വിൽസൺ ബ്രദറുമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വരച്ചിരിക്കുന്ന വര കൂടാതെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ വരയോ അല്ലെങ്കിൽ ഒരു വര കുറവോ ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞായറാഴ്ച നമുക്ക് അത് സംസാരിക്കാം. എന്റെ അറിവിൽ ഞാൻ തന്നെ വരച്ചാണ് നോക്കി വരയ്ക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സണെ കുറിക്കുന്ന 7 ഭാഗവും പുത്രനെ കുറിക്കുന്ന 16 ഭാഗവും 16 വാക്കുകളും അതേഴ്സ് ഉദ്ദേശിക്കുന്നത് അവരുടെ, അതുപോലെ സഹോദരന്മാർ, മക്കൾ, അബ്രഹാമിന്റെ സന്തതി എന്നൊക്കെ പറയുന്ന മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് അതേഴ്സ് ആയിട്ടിരിക്കുന്നത് പിതാവും പുത്രനും അല്ലാത്ത മൂന്നാമത്തെ ആളുകൾ. ഓക്കെ, അങ്ങനെ 13 ഭാഗങ്ങളിൽ അതും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വായിക്കാൻ പോവാണേ. നിങ്ങൾ നോക്കണം. സകലത്തിനും കാരണഭൂതനുമായവൻ, അത് നമുക്കറിയാം ഗോഡിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്. അനേകം പുത്രന്മാരെ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ എന്ന് പറയുന്നത് വീണ്ടും മറ്റുള്ളവരെ കുറിച്ചാണ്. രക്ഷാനായകനെ, അപ്പൊ സണ്ണാണ്, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും, അത് ബ്ലൂവാ, സണ്ണാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നവൻ ആരാണ്? പുത്രനാണ് വിശുദ്ധീകരിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും, അത് അതേഴ്സ് പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. കറക്റ്റ് ആണല്ലോ. പിതാവ് ആർക്ക്? രണ്ടുപേർക്കും പിതാവാണ്. ആർക്ക്? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ്. ഇനി അത് ഹേതുവായി അവൻ എന്ന് പറഞ്ഞ പുത്രനെ കുറിച്ച്, അവൻ അവരെ, മറ്റുള്ളവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. കാരണം എന്താണ്? പിതാവ് ഒന്നേ ഉള്ളൂ. ഈ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവാകയാൽ ഈ വിശുദ്ധീകരിക്കുന്നവന്റെ സഹോദരന്മാരാണ് മറ്റുള്ളവർ. അത് വാക്യം 15 വാക്യം കണ്ടോ? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒരുവനാകയാൽ അതു ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. അവൻ ദൈവരൂപത്തിൽ ദൈവത്തിന്റെ നേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ സഹോദരന്മാരെന്ന് മനുഷ്യരെ വിളിച്ചത് കാരണം അവനും പിതാവായി ഉള്ള ഒരുവൻ ഉള്ളതിനാലാണ്. ഇനി അടുത്ത ഞാൻ പിന്നോട്ട് പോവാം. ഞാൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി പറയാണ്, ഞാൻ രണ്ടാമത്തെ വ്യക്തി, ഞാൻ നിന്റെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഇത് പ്രവചന ശബ്ദമാണ്. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഇവിടെ എല്ലാം വളരെ ക്ലിയർ ആണ്. പുത്രന്റെ പ്രവചന ആത്മാവിലുള്ള വാക്കുകളാണ് ഇവിടെ ഇപ്പൊ വായിച്ചത്. ഇനിയും അദ്ദേഹം ക്ലിങ് ചെയ്തത് ഈ 14 വാക്യത്തിലാണ്. ഇവിടെ അദ്ദേഹം പറയാൻ വന്നത്, ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, മക്കൾ അല്ല ഈ 7 മുതലല്ല, ഈ 10ാമത്തെ വാക്യം മുതല് 13ാമത്തെ വാക്യം വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അകത്ത് പിതാവിനെയും പുത്രനെയും വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അതെ, പിതാവിനെയും പുത്രനെയും അതുപോലെ അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്യമാണ് വിശുദ്ധീകരിക്കുന്നവനും അപ്പൊ ഇത് 2 പേരായി, രണ്ടായി. ഈ സംഭവങ്ങളെ നമുക്ക് വിൽസൺ ബ്രദറിന്റെ ഒരു വിവരണത്തിന് ശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ലെന്നാണ്. അത് കാരണം ഇത് മുന്നിൽ കിടന്നോട്ടെ. 14ാമത്തെ എന്താണെന്നറിയാം, അതിന് ശരിക്കും സൗണ്ട് വരുന്നില്ല. 14 അവർ പിടിക്കുന്നത്. ശ്രദ്ധിച്ചോണം.
മക്കൾ ശരി, ഒരു ജഡരക്തങ്ങൾ മിനിറ്റ്. സൗണ്ട് വരുന്നില്ല ഇപ്പോഴാണല്ലോ സൗണ്ട് അല്ലല്ല, ചെറുതായിട്ട് സൗണ്ട് ഉണ്ട്, പക്ഷെ കുറവാണ്. സൗണ്ട് സൗണ്ട് കുറവാണ്. കുറവാ. എന്ന് വെച്ചാൽ പിന്നീട് അത് കേൾക്കാൻ പക്ഷെ ബുദ്ധിമുട്ടായിട്ട് കുഴപ്പമില്ല, അത് 20 മിനിറ്റ് മുതൽ ഉള്ള വീഡിയോ അല്ലേ. അപ്പം ആർക്കെങ്കിലും പോയി കാണണമെങ്കിൽ അത് പിന്നെ റീവിസിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം 20 അല്ല, 20ാമത്തെ അതിന്റെ മിനിറ്റ് മുതൽ ഒരു 3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നിർത്തുക. മൊത്തം കേൾപ്പിക്കുമല്ല. കാരണം 3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അതിന്റെ എനിക്ക് ആ കുഴപ്പമില്ല. ഫുൾ പിക്ചർ വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു അര പിക്ചർ അതിനകത്ത് വന്നുള്ളൂ. ഇനി ഒരു ഫുൾ പിക്ചർ കൂടെ പറയുന്നൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ആ ഡിസിഷൻ കിടക്കാൻ. എന്നെ സംബന്ധിച്ചു ജസ്റ്റ് ക്ഷമയോടെ ഇതൊന്ന് കേൾക്കുന്നവർക്ക് എനിക്കറിയാം, നമ്മുടെ ഈ പബ്ലിക്കിനാണെങ്കിലും സൗണ്ട് കുറവാകുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരും. എങ്കിലും ജസ്റ്റ് ഇതൊന്ന് മുന്നിൽ കടന്നോട്ടെ. ഇന്നത്തെ കൂടിയവർ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ. പക്ഷെ അത് ഇതിന്റെ ഇൻട്രോഡക്ടറിയിൽ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുകൊണ്ടാണ് അത് വീണ്ടും ഞാൻ കൊണ്ട് ഓക്കെ. അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ. അപ്പം ഈ അവനും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവര് വാദിക്കുന്നത് ഈ അവനെന്ന് പറഞ്ഞപ്പോ ഇവര് നേരെ പ്ലേറ്റ് തിരിച്ചു. ഈ അവനെന്ന് പറയുന്നത് ദൈവമാക്കി. കാരണം മക്കൾ എന്നിവിടെ പറഞ്ഞതിനാൽ മക്കൾ ജഡരക്തത്തോട് കൂടിയവർ ആകെ കൊണ്ട് അവനും എന്ന് പറഞ്ഞപ്പോഴത്തെ ഇവർ തെറ്റിദ്ധരിച്ചു. എന്താ അറിയാമോ? ഇവിടെ മക്കളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഈ അവനെന്ന് പറഞ്ഞത് ദൈവമായിട്ട് ഇവർ അങ്ങനെ തെറ്റിദ്ധരിച്ചു. മേളത്തെയും താഴോട്ടുള്ള നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്നും വിലക്കെടുക്കാതെ ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അവനെന്ന് പറയുന്ന ഈ വാക്കിനെ പിതാവായിട്ട് അഥവാ ദൈവമായിട്ട് അങ്ങ് മാറ്റി. അവനും ഇനി നമ്മൾ ഇനി അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ പോവാം. അവനും അവരെ പോലെ ജഡരക്തനോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അപ്പൊ ഇവര് പറയുന്നത് ഈ പിതാവ് തന്നെ ആയിരുന്നു പ്രീ എക്സിസ്റ്റഡ്. ഈ അവനെന്ന് നമ്മൾ ഈ മേളി വായിച്ചതൊന്നും പ്രീ എക്സിസ്റ്റഡ് അല്ല. ദൈവത്തിൽ ഉണ്ടായിരുന്ന രക്ഷിക്കാനുണ്ടായിരുന്ന ഒരു ഘടകം അല്ലെ ഒരു സൂചന ആഗ്രഹത്തെയാണ് ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഇവർ അതിനെ മുഴുവൻ മേൽഭാഗത്തെ മുഴുവൻ ഇവരങ്ങ് മാറ്റുന്നത്. എന്നുവെച്ചാൽ വരാൻ പോകുന്ന ആ പ്രവൃത്തിയിലൂടെ ചെയ്യാൻ പോകുന്നവനെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് അങ്ങനെ ഒരു പേഴ്സൺ എക്സിസ്റ്റഡ് അല്ല, ദൈവം പിതാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ രക്ഷാനായകനാകുമ്പോൾ ഒരുവൻ എക്സിസ്റ്റ് ആകുമല്ലോ. ആ എക്സിസ്റ്റ് ആകുവാൻ പോകുന്നവനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന മേളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലായോ, നേരത്തെ ഇല്ല വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രവചനവും അഥവാ വരാൻ പോകുമ്പോൾ ഒരുവൻ വരുമല്ലോ, ആ വരുന്നവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് മേളിൽ വിശദീകരിക്കുന്നത് എന്നാണ് ഇവർ ഈ 14ാം വാക്യം വഴി എത്തിച്ചേരുന്നത്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോവാം. അപ്പം മൊത്തം യേശുവിന്റെ പ്രവർത്തന മേഖലയിൽ സംഭവിച്ച കാര്യങ്ങളെ മുഴുവൻ അന്നേരം ഉണ്ടായ എന്തോ ആയിട്ട് ഇവരങ്ങ് ആക്കി തീർക്കുവാണ് അന്നേരം ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെയ്തു. ഇനി അടുത്ത് തന്റെ മരണത്താൽ നീക്കി ജീവഭരണം പര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇനി അടുത്ത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അപ്പൊ നമ്മൾ ഇനി അവര് ചിന്തിക്കുന്നവന് സ്വല്പം അവിടെ ചിന്തിച്ച് ഇനിയും വരുവാണ്. അപ്പൊ അവര് പറഞ്ഞു നേരത്തെ ഇല്ല, ആ റോള് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഉള്ള വ്യക്തിയെ കുറിച്ചും അന്നേരം സംഭവിച്ച കാര്യങ്ങളെയും വെച്ചുകൊണ്ടാണ് അവൻ എന്നുള്ള ഐഡന്റിറ്റി വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിക്കുക. സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ഓക്കെ, അവൻ വന്നത് എന്ന് വെച്ചാൽ ഈ പുത്രനായി തീർന്നതും പുത്രൻ ചെയ്തതും എല്ലാം ഈ ഒരു റോള് നേരത്തെ ദൈവത്തിൽ മറഞ്ഞിരുന്ന റോളായതുകൊണ്ട് രക്ഷ ആവശ്യമുള്ളത് കൊണ്ട് അവൻ ചെയ്യുമ്പോൾ അവനെന്ന് വിളിക്കുന്നു. നേരത്തെ ഇല്ല. അപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി താഴോട്ട് വായിക്കാൻ പോവാണേ. ഇനി കേട്ടോ, നേരത്തെ ഇല്ല. 17ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ആയില്ല, ആയിക്കൊണ്ടിരിക്കുവല്ല, പ്രവചനമൊന്നുമല്ല, ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്, അടുത്ത വാക്യം, സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. മനസ്സിലായോ? ഞാൻ ഒന്നായി തീർന്നില്ല, ഞാൻ അവിടെ നിർത്തുകയാണ്. എനിക്ക്
ഞാൻ ആ പറഞ്ഞു വന്ന ഭാഗം ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ട് വിൽസൺ ബ്രദറിന്റെ എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്. അവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഫാദറും സണ്ണും എക്സിസ്റ്റഡ് ആയിട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മക്കൾ, തൻ്റെ സഹോദരന്മാർ, ദൈവത്തിന്റെ മക്കൾ, എൻ്റെ സഹോദരന്മാർ, അവരെ രക്ഷ ചെയ്യണം. രക്ഷ ചെയ്യുവാൻ വേണ്ടി അവർക്ക് സദൃശനായി തീരുവാനാകേണ്ടതിന് ഇവൻ സഹോദരന്മാർക്ക് സദൃശനായി തീർന്നു. ആരുടെ മക്കൾക്ക്? പിതാവിന്റെ മക്കൾക്ക്. അപ്പൊ പിതാവിന്റെ മക്കൾക്ക് രക്ഷ വരുവാൻ പിതാവിന്റെ പുത്രനായിരിക്കുന്നവന് തൻ്റെ സഹോദരന്മാരോട് അനുരൂപനാകേണ്ടുന്ന ആവശ്യകത വന്നിട്ട് അവൻ അനുരൂപനായി തീർന്നിട്ട് ആ പ്രവൃത്തി ചെയ്തതായിട്ടാണ് നമുക്ക് ആ വാക്യത്തിൽ ലഭിക്കുന്ന കാര്യം എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പോൾ തന്നെ ഫൈനലി നേരത്തെ ഉണ്ടായിരുന്ന രണ്ടുപേരെ നമുക്ക് കാണുന്നു. ആ രണ്ടുപേർക്കും മനുഷ്യരുള്ള ബന്ധത്തിൽ രണ്ട് ബന്ധമാണ്. ഇതാണ് എൻ്റെ ആർഗ്യുമെന്റ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വിൽസൺ ബ്രദറിന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഈ ലൈവിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓൺ ആക്കിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ സജു, പാസ്റ്റർ ലോറൻസ് ഈ ഇങ്ങനെ ഒരു ചർച്ച ഓർഗനൈസ് ചെയ്തതിന് നന്ദി പറയുന്നു. ഒരു സഹോദര ഒരു സ്പിരിറ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ഭാഗങ്ങളാണ്. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കാരണം എന്തായിത്തീരുന്നു, വചനപ്രകാരം എന്ന് അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു സ്പിരിറ്റിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാനും കൂടുതൽ വളരുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് കടക്കുന്നു. ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസന്റേഷനിലേക്ക് കടക്കട്ടെ. ചില കാര്യങ്ങൾ ഇതുവരെ ബ്രദർ പറഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവര് യഹോവയാണെന്നുള്ള കാര്യം ബ്രദർ ഇവിടെ അവതരിപ്പിച്ചു. ഒരു ആത്മാവും 3 വ്യക്തികളും ആണ് ദൈവം എന്ന് ഇവിടെ പറഞ്ഞു. പിതാവ് മാത്രവും പിതാവ് ഒരു ഹസ്ബൻഡോ ഫ്രണ്ടോ അല്ല. യേശുവിനെ പറ്റി പറയുമ്പോൾ യേശു ഒരു സഹോദരനാണ്. പിന്നെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഹസ്ബൻഡുമാണ്, പക്ഷെ പിതാവല്ല എന്നാണ്. പിന്നെ പുത്രൻ എന്ന പദവി, ഈ പദവി മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വചനത്തിൽ ഞാൻ കാണുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ബ്രദർ പറയുന്നത് പുത്രൻ മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ പ്രത്യേകിച്ചുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ജനിച്ചത്, ആരാണ് മരിച്ചത് എന്നുള്ള കാര്യം അവിടെ വളരെ ഇതായിട്ട് വരും. പിന്നെ ഞങ്ങൾ പിതാവിനെ ഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ പിതാവിനെ ഇല്ലാതെയാക്കുന്നു എന്നുള്ള ഒരു അസർഷൻ അവിടെ ഉണ്ടായി. പിന്നെ ഏകദൈവ വിശ്വാസികൾ പിതാവിനെയും പുത്രനെയും ഡിനൈ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു. പിന്നെ ദാവീദിന്റെ വേരും വിത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അവിടെ പ്രകടിപ്പിച്ചു. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. യെശയ്യാവിന്റെ 9:6 അവൻ ഒരു രാജാവാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മന്ത്രിയാകുന്നത്? അപ്പം ഫാദർ എന്നുള്ളത് ഒരു ആലങ്കാരികമായ പ്രയോഗമാണെന്നും അവിടെ മശിയായെ പറ്റി പറയുന്നതെങ്കിലും അവിടെ യേശുവിനെ പറ്റിയല്ല ആ കാര്യങ്ങളെല്ലാം പറയുന്നത്, അതൊരു ആലങ്കാരികമായ പ്രയോഗങ്ങളാണെന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ പുത്രൻ കുറച്ചു നേരത്തേക്ക് മാത്രമാണോ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം അവിടെ ചോദിച്ചു സംശയമായിട്ട്. പിന്നെ ഹെബ്രായർ 2:14 പിതാവ് ആരാണെന്നുള്ള കാര്യത്തിലാണ് അവിടെ ഒരു സംശയം പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബിലീഫിനെ അനുസരിച്ച് ചോദ്യം ചെയ്തത്. പിന്നെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിറ്റേറിയൻ പെന്റക്കോസ്റ്റൽസിന്റെ ദൈവം യഹോവയാണെന്നാണ് അവിടെ പറഞ്ഞത്.
ഒരു ദൈവമേ ഉള്ളെങ്കിലും ഈ പുത്രനും ദൈവമാണ്, പുത്രനും യഹോവയാണ്. പക്ഷെ ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹോവ മാത്രമാണ്, അല്ലെങ്കിൽ പിതാവാണെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 2:10-16 ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങളെ അറിയുവാൻ സാധിക്കൂ. മനുഷ്യന് തന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ അറിയുവാൻ അവന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ. ഞാനും വളരെ അംഗീകരിക്കുന്നു. ആ ആത്മാവില്ലാതെ ഒരിക്കലും ഈ കാര്യങ്ങളെ നമുക്ക് അറിയുവാൻ സാധ്യമല്ല. ജീസസ് ഒരു സൂപ്പർ ഹീറോ ആണ് വൺനെസ്സുകാർക്ക്. ഇവിടെ ഒരു വശത്ത് പിതാവ് മാത്രമാണ് ദൈവം എന്ന് പറയുന്നു, പിന്നെ പുത്രനും ദൈവമാണെന്ന് പറയുന്നു. 3 ഡിസ്റ്റിങ് സ്പിരിറ്റ് ഇൻ ഗോഡ് ഹെഡ് എന്നും വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റേടത്ത് പറയുന്നത് ഒരു സ്പിരിറ്റും 3 പേഴ്സണും ആണെന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് പറയുന്നത് ഒരു 3 ഡിസ്റ്റിങ് സ്പിരിറ്റ് ഇൻ ഗോഡ് ഹെഡ് എന്നാണ്. പിന്നെ എഫെസ്യൻസ് 5:20 പറയുന്നത് ഫാദർ ഈസ് ഗ്ലോറിഫൈഡ് വെൻ സൺസ് നെയിം ഇസ് കോൾഡ്. അപ്പം യേശുവിന്റെ നാമം എടുക്കുമ്പോൾ പിതാവിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് ഏറ്റവും മേലായ നാമമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിനകത്ത് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. പിന്നെ വണ്ണസുകാർക്ക് പുത്രനെ മാത്രം മതി, അവർക്ക് പിതാവിനെ വേണ്ട. എവർ ലാസ്റ്റിംഗ് ഫാദർ, ഈ ഒരു കാര്യം പിന്നെ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും അതിനകത്ത്. അപ്പോൾ ആദ്യത്തെ വചനം നമുക്കെടുക്കാം. ഇതിനകത്ത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ ഗോഡ്, അല്ലെങ്കിൽ വൺ സ്പിരിറ്റ്, അല്ലെങ്കിൽ വചനം. ബിക്കോസ് വചനവും എല്ലാത്തിനും കാരണഭൂതനായവാണെന്ന് 1 യോഹന്നാനകത്ത് പറയുന്നു. അല്ലെങ്കിൽ അവൻ തേയോസ്, ഗോഡ് എന്ന് പറയുന്നു. ഇവിടെ ജൂഡ് 1 പറയുന്നു ഹി ഈസ് മോനോതേയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓൺലി ഗോഡ് എന്നാണ് പറയുന്നത്. ഓൺലി ഗോഡ്. ജൂഡ് 1:25. അതിനകത്ത് നമ്മൾ ഒറിജിനൽ സ്ക്രിപ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അവൻ മോനോതേയോ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ അവൻ ഏക ദൈവമാണ്, അവനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. അവൻ തന്നെ രക്ഷിതാവുമാണ്. അവൻ തന്നെ ദൈവവുമാണ്, അവൻ തന്നെ രക്ഷിതാവുമാണ്. അപ്പൊ അനേക പുത്രന്മാരെ ആരെ പറ്റിയാണ് പറയുന്നത്? വിളിക്കപ്പെടുവാൻ പോകുന്ന പുത്രന്മാരെ പറ്റിയാണ് പറയുന്നത്. തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ ആരാണ്? അത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശുവിനെ, അല്ലെങ്കിൽ പുത്രന്റെ പേര് യേശു എന്ന നാമത്തിലാണ് പുത്രൻ വന്നത്. യേശുവിനെ പറ്റിയാണ് ഏകപുത്രൻ, മോനോജീൻസ് എന്ന് പറയുമ്പോൾ ഏകപുത്രനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവൻ മാത്രം ബിഗോട്ടൻ ഓഫ് ദ ഫാദർ എന്ന് വെച്ചാൽ പിതാവിൽ നിന്നും ജനിച്ചവൻ ഒരുവൻ മാത്രമാണ്. അവൻ വചനം ജഡമായി തീർന്നവനാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മൾ കാണുമ്പോൾ വേറെ ഒരു കർത്താവുമില്ല, വേറെ ഒരു ദൈവവുമില്ല, വേറെ ഒരു രക്ഷിതാവുമില്ല എന്ന് പ്രവചന ശബ്ദത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് വിളിച്ചു പറയുന്നത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ഏകപുത്രൻ കർത്താവും ദൈവവുമാകുന്നത് എന്നുള്ള വിശ്വാസം ഞങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അവതരിപ്പിക്കുവാൻ. അപ്പോൾ ഇവിടെ മോനോതേയോ, അതായത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ഈ 1 കൊരിന്ത്യർ 8:6 പറയുന്നു. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഒരുവനല്ലോ പിതാവ്, ആർക്കു വേണ്ടി? വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരു ആള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന നിലയിൽ നിന്നപ്പോൾ, അല്ലെങ്കിൽ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നപ്പോൾ അവൻ സഹോദരനാണെന്നുള്ള കാര്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഒരു നേച്ചർ, ഹ്യൂമൻ ഫോമിനെ അവൻ എടുത്തപ്പോഴാണ് അവൻ സഹോദരനായി തീർന്നത്. ഒരിക്കലും രക്തബന്ധം വേണം. ഒരു ബ്രദറായി തീരണമെങ്കിൽ രക്തബന്ധം വേണം. അപ്പോൾ ജഡവും രക്തവുമായി തീരുമ്പോഴാണ് അവൻ സഹോദരനായി തീരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവൻ രക്ഷാനായകനാണെങ്കിൽ, അവൻ രക്ഷിതാവാണെങ്കിൽ, അവൻ ദൈവമല്ലാതെ ഒരിക്കലും ഒരു രക്ഷിതാവാകത്തില്ല. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു, വചനം ജഡം ധരിച്ചു അല്ലെങ്കിൽ ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ ഒരേ ദൈവം ഈ മോനോതേയോ തന്നെയാണ് മോനോ ജീൻസ് ആയിട്ടും മോനോ ജീൻസും തേയോ ആയിട്ടും വരുന്നത്. അവൻ ഏക ദൈവമായവൻ തന്നെ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്.
അപ്പോൾ ഒരുവൻ മാത്രമാണ് പിതാവ്, അത് പിതാവായ ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് പറയുന്ന ഒരുവനല്ലോ പിതാവ് എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. എപ്പോഴാണ് കർത്താവായ യേശു യഹോവയുടെ നാമം സഭാമധ്യേ കീർത്തിച്ചത്? നമ്മൾ വചനം നോക്കുമ്പം ഒരു പ്രാവശ്യം പോലും യേശു യഹോവ എന്ന നാമത്തെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സഭാമധ്യേ എങ്ങനെയാണ് കീർത്തിച്ചത്? അവൻ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 5:43, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇവിടെ രണ്ട് തരത്തിലെ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് എന്നെ പോലെ എൻ്റെ ഭൂമിയിലെ അപ്പം നൽകിയിരിക്കുന്ന നാമം, അതായത് എൻ്റെ ഒരു നാമമുണ്ട്, ആ നാമത്തിൽ വരുന്ന ആൾക്കാരും, പിന്നെ പിതാവിന്റെ നാമം തന്നെ ധരിച്ചുകൊണ്ട് വരുന്ന ഒരുവൻ മാത്രം, ആ സ്വർഗത്തിൽ നിന്നും വന്നവൻ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി, തൻ്റെ ജനം എന്ന് പറഞ്ഞാൽ യഹോവയുടെ ജനത്തിനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് അവൻ ആദ്യം കടന്നു വന്നത്. തൻ്റെ ജനം എന്ന് പറഞ്ഞാൽ യഹൂദ ജനമാണ്. യഹൂദ ജനത്തെ വിടുവിക്കാൻ വേണ്ടി വന്ന ആരാണ്? അവന്റെ ഇമ്മാനുവേൽ ആയവൻ, അല്ലെങ്കിൽ ഏലോഹീം ആയവൻ, ഏക ദൈവമായവൻ തന്നെ, മോനോഥേയോ ആയവൻ തന്നെ കടന്നു വന്നു. അങ്ങനെ അവന്റെ നാമം, പിതാവിന്റെ നാമം വെളിപ്പെടുത്തി. സഭാമധ്യേ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കുമെന്ന് പറയുമ്പോൾ അവിടെ പരീശന്മാരുടെ അടുക്കുകയും എല്ലാം കീർത്തിച്ചത് ഒരൊറ്റ നാമമാണ്. അവന്റെ നാമം തന്നെയാണ് പിതാവിന്റെ നാമമായിട്ട് കീർത്തിച്ചത്. പിന്നെ 17:6 പറയുന്നു, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പറയുന്നു 11 പറയുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടത് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അപ്പൊ നാമം ഒന്നേ ഉള്ളൂ. പിതാവിന്റെ നാമം ധരിച്ചുകൊണ്ടാണ് പുത്രൻ വന്നത്. അതുകൊണ്ടാണ് സഭാമധ്യേ അവൻ നിന്റെ നാമത്തെ പ്രകീർത്തിച്ചു എന്ന് പറയുമ്പോൾ ആ നാമത്തെയാണ് അവൻ പ്രകീർത്തിച്ചത്. അത് പിതാവിന്റെ നാമമാണ്. പിന്നെ അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:6 വാക്യം മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ അവിടെ പറയുന്നു, അവൻ ദൈവരൂപത്തിൽ, അതിന് ഇംഗ്ലീഷിലുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഗോഡ് എന്നാണ്. ഫോം ഓഫ് ഗോഡ് ഇരിക്കെ, അപ്പൊ അവൻ ദൈവരൂപത്തിൽ, ദൈവത്തിന്റെ ഒരു രൂപത്തിൽ തന്നെയാണ് വന്നത്. അതൊരു ഫോമാണ് ദൈവത്തിൻ്റെത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, അപ്പൊ അവന് ദൈവത്തോടുള്ള സമത്വമുണ്ട്. അവൻ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആയതുകൊണ്ട് അവന് ദൈവത്തോടുള്ള സമത്വമുണ്ട്. പക്ഷെ അവൻ അത് മുറുകി പിടിക്കാതെ അവൻ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്, ആ തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ ഒഴിച്ച്, അല്ലെങ്കിൽ അവന്റെ ദൈവികത്വത്തെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, മോനോജീൻസ് ആയി എന്നാണ് പറയുന്നത്. മോനോജീൻസ്, ജീൻ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഒന്നെങ്കിൽ അല്ലെങ്കിൽ DNA RNA ഓഫ് ഈതർ ഹ്യൂമൻ ബീയിങ് ഓർ ആനിമൽ ഓർ പ്ലാന്റ്, അതിനാണ് DNA ഉള്ളത്. ഈ ഭൂമിയിലുള്ള മാറ്റർ ആയിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് മാത്രമാണ് ജീൻ ഉള്ളത്. മോനോജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ഹ്യൂമാനിറ്റി ആണ് കാണിക്കുന്നത്. തേയോസ് എന്ന് പറയുമ്പോൾ അവന്റെ ദൈവികത്വത്തെയാണ് കാണിക്കുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി അവൻ മനുഷ്യനായി ആ ആത്മാവിന് പൂർണ്ണമായി അടിമപ്പെട്ടു എന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ, ആത്മാവായി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നതൊന്നും സ്വയമേ ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അടുത്തത് പേഴ്സൺ എന്ന് പറയുന്നത് സാധാരണ ഡിക്ഷണറി പോയി നമ്മൾ നോക്കിയാൽ പോലും പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂമൻ ഇൻഡിവിജ്വലിനെയാണ് കാണിക്കുന്നത്. ഒരിക്കലും ഒരു ആനിമലിനെ പേഴ്സൺ എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഒന്നിനെ പേഴ്സൺ എന്ന് പറഞ്ഞില്ല. ഒരു ലീഗൽ ടേം ആയിട്ട് പേഴ്സൺ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹ്യൂമനെ കുറിച്ചാണ് ചെയ്യുന്നത്. ദൈവത്തിന് ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അത് ഏകപുത്രനായി വെളിപ്പെട്ട, വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട ആ ഒരു ഏകപുത്രനിൽ മാത്രം ദൈവത്തിന്റെ പേഴ്സൺ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ മഹത്വപ്പെട്ടപ്പോൾ അവന്റെ ദേഹരൂപമായി അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും പറയുന്നു. ഒരൊറ്റ ശരീരത്തിന്റെ കാര്യമേ അപ്പോസ്തോലൻ പറയുന്നുള്ളൂ. വൺ ബോഡി വൺ സ്പിരിറ്റിന്റെ കാര്യമാണ് അപ്പോസ്തോലൻ പറയുന്നത്. പേഴ്സൺ എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചറിനോട് സമർപ്പിക്കുന്ന, ഒരിക്കലും ദൈവത്തിനകത്ത് 3% എന്ന് വചനത്തിലും ഇല്ല. അത് ലീഗലി പോലും നമ്മൾ കാണുമ്പോൾ, സാധാരണ ഡിക്ഷണറി പോലും കാണുമ്പോൾ അതൊരിക്കലും പേഴ്സൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്.
ഫോംസ് എന്ന് പറയുന്നത് ഇത് കൊച്ചു പിള്ളേർ വരച്ച ഒരു കാര്യമാണ്. ഒരു വെള്ളം തന്നെയാണ് ഇതിന്റെ മൂന്നിന്റെയും പ്രോപ്പർട്ടി. പക്ഷേ ഇത് വേറെ വേറെ ഫോമിലാണ് അപ്പിയറൻസ് ഇതിൻ്റെത്. ഒന്ന് സോളിഡ് ഫോം ആണ്, ഒന്ന് വാട്ടർ ഫോം ആണ്, ഒന്ന് ഗേഷ്യസ് ഫോം ആണ്. ഫോം എന്ന് പറയുന്നത് എന്താണ്? അവൻ വെളിപ്പെട്ട രൂപം അല്ലെങ്കിൽ സ്വരൂപം, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. ഒരേ ദൈവത്തിന്റെ, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് ആ ഏകപുത്രൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പോകുന്നു. അപ്പോൾ ഫോംസിൽ നിന്ന് ഞാൻ മുമ്പോട്ട് പോകുന്നു. അടുത്തത്, എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പൊ ഇപ്പോൾ പറയുന്നു അവന് മക്കളായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. ഒരാള് ഒരു കൊച്ചിനെ ദത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാതാവോ പിതാവോ ദത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അമ്മയും അപ്പനുമായിട്ടേ അവർക്ക് ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു സഹോദരന് ഒരാളെ ദത്തെടുക്കാൻ പറ്റത്തില്ല. ദത്തെടുക്കണമെങ്കിൽ അവൻ മാതാവിന്റെ പിതാവിന്റെ ഒരു ലീഗൽ ഒരു ഗാർഡിയൻഷിപ്പ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ലീഗലി ഒരു അനാഥ കുഞ്ഞിനെ പോലും നൽകാറുള്ളൂ. ഇത് ലീഗൽ ടേം ആണ്. അപ്പോൾ മക്കൾ എന്ന് പിതാവ് എനിക്ക് നൽകി. അപ്പോൾ അവൻ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അവന് തന്നിരിക്കുന്ന അവനിൽ കൂടെ വരാൻ പോകുന്ന മക്കൾക്ക് അവൻ പിതാവായി തീർന്നു. അപ്പോഴാണ് അവര് മക്കളായി തീരുന്നത്. ഒരിക്കലും അല്ലെങ്കിൽ മക്കളായി തീരാൻ പറ്റത്തില്ല. അവൻ പിതാവായി തീരണം. എന്നാലേ അവന് മക്കൾ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സഹോദരൻ തന്നെ പെർമനന്റ്ലി വിളിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനകത്തും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിതാവ് എനിക്ക് തന്ന മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവായ ദൈവം അവൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ സഹോദരങ്ങളായിരുന്നവർ അവന് വാഴ്ത്തപ്പെട്ട് അവൻ മഹിമയിലേക്ക് പോയപ്പോൾ, മഹത്വത്തിലേക്ക് പോയപ്പോൾ, ഇവിടെ കാണിക്കുന്നത് പോലെ അവൻ മഹത്വപ്പെട്ടപ്പോൾ, ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുന്നത് ുള്ള മഹത്വം. അവൻ വചനമായിരുന്ന, ദൈവത്തോട് ഒന്നായിരുന്ന, മോനോഥെയോ ആയിരുന്ന സിറ്റുവേഷനിലേക്ക് കടന്നു പോകുമ്പോൾ പിന്നെ അവന്റെ ഡെസിഗ്നേഷൻ മാറുക. ഫ്രം ദ നേച്ചർ ഓഫ് ബീങ് എ മാൻ ആൻഡ് ബീങ് എ ബ്രദർ ടു ബീങ് ദ സ്പിരിച്വൽ ഫാദർ ഓഫ് ദ ചിൽഡ്രൻ. അടുത്തത് നമ്മൾ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. അപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ, റെഫറൻസ് എന്ന് പറയുമ്പോൾ അവന്റെ ആ ഗ്ലോറിഫൈഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവന്റെ സ്പിരിച്വൽ സ്റ്റേറ്റിൽ അവന്റെ ഫാദർഹുഡിന്റെ റെഫറൻസിൽ തന്നെയാണ് എപ്പോഴും മക്കൾ എന്ന് കാര്യം പറയുന്നത്. മക്കളുടെ ഓപ്പോസിറ്റ് വരുമ്പം അപ്പനെ വരാൻ പറ്റത്തുള്ളൂ. സഹോദരൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സഹോദരൻ എന്ന് പറയാം. ഹസ്ബൻഡ് എന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ വൈഫ് എന്ന് പറയാം. അതുപോലെ മക്കളുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പിതാവ് തന്നെയാണ്. അപ്പൊ പിതാവ് ഒരു വചനമായിരുന്ന ദൈവം, ഏക ആത്മാവായ ദൈവം, ക്രിസ്തുവായിരുന്ന ദൈവം, ആ ഒരേ ആത്മാവായ ദൈവം തന്നെ ജഡത്തിൽ പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രനെ അയച്ചു എന്ന് കാണുന്നുണ്ട്. പക്ഷെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നവൻ, അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട, അല്ലെങ്കിൽ വചനം ദൈവമായിരുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള കാര്യം വിശ്വസിക്കുന്നില്ല എന്ന് ഈ പ്രസന്റേഷൻസിൽ കൂടെ മനസ്സിലാക്കുന്നു. ഇനി അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് പോലെ, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 3:17 പറയുന്ന പോലെ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അവനാൽ രക്ഷിക്കപ്പെട്ടവൻ അത്രേ. അപ്പോൾ അവൻ അയച്ചു, അല്ലെങ്കിൽ പുത്രനെ അയച്ചു എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ്, അത് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്, പുത്രനെ അയച്ചു. പക്ഷെ ഒരു മനുഷ്യനെ അയച്ചു, അല്ലെങ്കിൽ ഒരു വേഷത്തിൽ മനുഷ്യനായവനെ അയച്ചു എന്ന് പറയുന്നതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. അപ്പൊ യോഹന്നാനെ അതേപോലെ സ്വർഗത്തിൽ നിന്ന് അയച്ചതല്ല,
അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, അവനിൽ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ പറയുന്നു, എന്റെ മേൽ ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ വചനത്താൽ ഞാൻ അയക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവത്താൽ അയക്കപ്പെട്ട പുരുഷൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ അതിനെ ഒരു എന്താണ് പറയുന്നത്, 2 പേഴ്സൺ ആക്കിയത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി. പക്ഷെ തിമോത്തിയോസ് എഴുതിയ ലേഖനം 3:16 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഏറ്റവും വലിയ മർമ്മം, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ മർമ്മം ദൈവികത്വത്തിന്റെ മർമ്മം. ദൈവികത്വത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, മോനോഥെയോ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ മർമ്മം എന്താണ്? അവൻ തന്നെ വാസ് റിവീൽഡ് ഇൻ ദ ഫ്ലഷ്, അവൻ തന്നെ ജഡത്തിൽ പ്രത്യക്ഷനായി, അല്ലെങ്കിൽ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ കാര്യം ട്രിനിറ്റി ഉപദേശം പറയുന്നവര് വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത്. ഈ അയച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് 2 വ്യക്തികളായി തീരുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് ആ ഒരു വ്യക്തത ഉള്ളത്. ഇതൂടെ കൂട്ടിച്ചേർത്താണ് ഞങ്ങൾ കാണുന്നത്. അയച്ചു എന്ന് പറയുമ്പോഴും അവൻ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ രണ്ടും സത്യമാണ്. വചനത്തിനകത്ത് ഒന്നും തെറ്റല്ല, എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവൻ മരിച്ചപ്പോൾ ആരാണ് ആ പ്രവൃത്തി ചെയ്തത്? യേശു പറയുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നതെല്ലാം പിതാവിന്റെ പ്രവൃത്തിയാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തിയെ കണ്ട് പിതാവിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കൊരിന്ത്യൻസ് 5:19 പറയുന്നത്, ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് റീകൺസൈലിംഗ് ദ വേൾഡ് അൺടു ഹിംസെൽഫ്. അപ്പോൾ ദൈവം ക്രിസ്തുവിൽ ആയിരുന്നു, ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തന്നെയാണ് അവൻ റീകൺസീലിയേഷന്റെ പ്രോസസ് നടത്തിയത്. അതായത് ആദാമിൽ കൂടെ മനുഷ്യൻ മരണത്തിലേക്ക് നയിക്കപ്പെടുകയും അവന്റെ ജീവന്റെ വൃക്ഷത്തിന്റെ അധികാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവനെ പിന്നെയും അവനിലേക്ക് റീകൺസൈൽ ചെയ്യാൻ വേണ്ടി ദൈവം ക്രിസ്തുവിലായിരുന്നു, എന്നിട്ടാണ് അവൻ ആ പ്രവൃത്തി ചെയ്തത്. ആൻഡ് ഹി കെയിം ആൻഡ് ഇൻസൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണിനകത്ത് വേറൊരു പേഴ്സൺ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് ആത്മാവിന്റെ കാര്യമാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവിൽ ദൈവം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരേ ആത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ദൈവം തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. പക്ഷെ വേഷത്തിൽ മനുഷ്യനായി ആ മനുഷ്യത്വത്തെയാണ് അവൻ അവിടെ സമർപ്പിക്കുന്നത്. അവന് മത്തായിയുടെ സുവിശേഷം 12:18 ഇതിനകത്ത് മലയാളമൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമല്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻ ഹൂം, അതായത് പുത്രനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ഹൂം ഹാസ് ഫൗണ്ട് ഡിലൈറ്റ് ദ സോൾ ഓഫ് മീ. അതായത് ഈ ദൈവം തന്നെ അവന്റെ പ്രാണനെ അവനിൽ ആക്കി, അവന്റെ പ്രാണനെ തന്നെയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ എലോഹി എലോഹി ലേമ സബാത്താനി എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോകുകയും പിന്നെ അവൻ അവന്റെ പ്രാണനെ വെച്ചു എന്നാണ് പറയുന്നത്. അവൻ മരിക്കുന്നതിന് മുമ്പേ അവന്റെ പ്രാണനെ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രാണനാണ് മനുഷ്യൻ്റെത് മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ മരണത്തെ നേരിടുന്നത്. ശരീരം മരിക്കുന്നു, അതിന്റെ കൂടെ പ്രാണൻ ആദ്യത്തെ മരണത്തെ നേരിടുന്നു. രണ്ടാമത്തെ ആ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ മരണത്തിലേക്കാണ് മനുഷ്യൻ പിന്നെ ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളത് ആരുടെ പ്രാണനായിരുന്നു? ദൈവത്തിന്റെ തന്നെ പ്രാണനായിരുന്നു. ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് റിക്കൺസൈലിംഗ് ദ വേൾഡ് ടു ഹിംസെൽഫ്. അപ്പോൾ ദൈവം തന്നെ ചെയ്ത പ്രവൃത്തിയാകുന്നു. പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1:3 പറയുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലതുഭാഗത്തിരുന്നു. അപ്പോൾ മഹിമയുടെ വലതുഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ആ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 വ്യക്തികളെ നമ്മൾ ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ വേറെ വചനങ്ങളാലും അതിനെ സ്ഥിരപ്പെടുത്തണം. വേറെ ഏതെങ്കിലും പ്രവാചകന്മാർ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? യെഹെസ്കേൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ സിംഹാസനത്തിൽ വിരിക്കുന്ന ഏകൻ മനുഷ്യപുത്രനായ സദൃശ്യനായവൻ ഏകൻ. യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ
പൗലോസ് ആത്മാവിൽ നിറഞ്ഞ് അവൻ കാണുന്നു ധന്യനായ ഏകാധിപതിയും കർത്താവും താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. അപ്പൊ അവൻ മാത്രമാണ് അവിടെ അടുത്തുകൂടാത്ത വെളിച്ചത്. വേറെ ഒന്നും മനുഷ്യന് കാണാനില്ല, അവൻ മാത്രമേ ഉള്ളൂ കാണാനുള്ളവൻ. അപ്പം കാണാത്ത യേശുവും കാണാൻ പറ്റാത്ത യേശുവും കാണാൻ പറ്റുന്ന യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് ആയപ്പോൾ മനുഷ്യനെല്ലാം കണ്ടവനെ പറ്റി പറയുന്ന ആരും കാണാൻ സാധിക്കാത്തവൻ. അപ്പോൾ അവന്റെ ഇൻ ദ നേച്ചർ ഓഫ് സ്പിരിറ്റ്, ഇൻ ദ നേച്ചർ ഓഫ് ഹിസ് ഗ്ലോറി, നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ സീ. ഒരു മനുഷ്യനും അവനെ കാണാൻ പറ്റത്തില്ല, അവൻ ആത്മാവിലായിരിക്കണം. യോഹന്നാനും മരിച്ചവനെ പോലെ അവനെ കാണുമ്പോൾ മരിച്ചവനെ പോലെ വീഴുന്നു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 യോഹന്നാൻ 5:7 കാണുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ആരാണ് ഈ സാക്ഷ്യത്തെ വഹിക്കുന്നത്. അവിടെ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് ആരാണ്? ഈ ഒരു കർത്താവ് ഇവിടെ മരണത്തിൽ കിടക്കുമ്പോൾ സാക്ഷ്യം വഹിക്കുന്ന ആരാണ്? പിതാവ്, വചനം, ഹോളി സ്പിരിറ്റ്. അപ്പോൾ പിതാവ്, വചനം, ഹോളി സ്പിരിറ്റ്, ദീസ് 3 are 1. 3 in 1 എന്നും അല്ല പറയുന്നത്, 3 persons എന്നും അല്ല പറയുന്നത്, 3 are 1. അപ്പോ ഒരേ ആത്മാവാണ് അവിടെ, ഒരേ വിറ്റ്നസ് ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ താഴെ നമ്മൾ കാണുമ്പോൾ ഈ വാട്ടർ ആൻഡ് ബ്ലഡ് ആൻഡ് ദ സ്പിരിറ്റ്. അപ്പോൾ യേശുവിലുള്ള ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും വെള്ളവും അവനിലുള്ള രക്തവും തമ്മിൽ ഒരൊറ്റ എഗ്രി ഇൻ 1 അല്ലെങ്കിൽ ഒരൊറ്റ ടെസ്റ്റിമോണിയാണ് നൽകിയിരിക്കുന്നത്. 1 ബോഡി, ഒരൊറ്റ ബോഡിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, വേറെ ഒരു ശരീരത്തെ പറ്റി പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം വഹിച്ചപ്പോൾ അവന്റെ ആ പദവി, അവൻ യാഗം കഴിച്ച മഹാപുരോഹിതൻ എന്ന് പറയുന്നു. അവൻ യാഗമായി തീർന്ന, യാഗത്തിന്റെ വസ്തുവുമായി തീർന്നു എന്ന് പറയും. അപ്പോൾ അവൻ ഉള്ള പൗരോഹിത്യത്തെ പറ്റി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അവന്റെ പൗരോഹിത്യം ആരോട് സമമാണ്? അവന്റെ പൗരോഹിത്യം മെൽക്കിസെദേക്കിനോട് സമമാണ്. അപ്പൊ മെൽക്കിസെദേക്ക് ആരെ പോലെയാണ്? ദൈവപുത്രനെ പോലെയാണ്. ദൈവപുത്രന് തുല്യനാണ് മെൽക്കിസെദേക്ക്. ആ ഒരു പദവിയാണ് യേശു ക്രിസ്തു തന്നെത്താൻ യാഗം കഴിച്ചിട്ട് സ്വർഗത്തിലേക്ക് മഹാപുരോഹിതനായി തീർന്നതെന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ദൈവപുത്രന് പിതാവുമില്ല, മാതാവുമില്ല, വംശാവലിയുമില്ല, എന്ന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. അപ്പൊ നോ ബിഗിനിങ്, നോ എൻഡ്. ആത്മാവായ ദൈവത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ തന്നെ ആത്മാവിന്റെ വേറൊരു പ്രവർത്തനത്തെ പറ്റിയാണ് പറയുന്നത്. സ്വർഗത്തിലെ മഹാപുരോഹിതന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല, അവന് പിതാവുമില്ല, മാതാവുമില്ല. അപ്പൊ അവൻ ആത്മാവിൽ നിന്നും വന്ന ആത്മാവായ മഹാപുരോഹിതൻ തന്നെയാണ്. ദൈവത്തിന്റെ വേല ചെയ്യുന്ന മഹാപുരോഹിതനെ പറ്റിയാണ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആദ്യം അന്ത്യവും ഇല്ല എന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ദൈവപുത്രൻ, ഏകദൈവപുത്രൻ എന്ന പദവിയെ നമ്മൾ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നു. അവൻ സ്വർഗത്തിൽ ഉള്ളപ്പോൾ അവന് പിതാവുമില്ല, മാതാവുമില്ല എന്ന് ഉള്ള ഒരു പദവിയാണ് അവനുള്ളത്. അവന് ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല. നേരെ മറിച്ച് അവന് ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന് ജനനമുണ്ട്, അവന് മരണമുണ്ട്. അപ്പോൾ അവന്റെ 2 നേച്ചർ, അതായത് സ്പിരിച്വൽ നേച്ചറും മാനുഷികമായ നേച്ചറിനെയും കൺഫ്യൂസ് ചെയ്യുന്നതാണ് ഈ പേഴ്സൺ എന്നുള്ള കോൺസെപ്റ്റ്. ഒരിക്കലും ദൈവത്തിൽ അങ്ങനെ ഒരു പേഴ്സണെ പറ്റി, അതുകൊണ്ടാണ് വചനത്തിൽ അപ്പോസ്തലന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 3:13 സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന, ആരാണ് ഇറങ്ങി വന്നത്? മനുഷ്യപുത്രൻ, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനും അല്ലാതെ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പം ഇറങ്ങി വന്നതും അവൻ തന്നെയാണ്, കയറിപ്പോയതും അവൻ തന്നെയാണ്. വേറെ ആരും അവിടെ ഇരിപ്പോയില്ല, അവിടെ തന്നെ അവൻ ഇരിക്കുന്നതും അവൻ തന്നെയാണ്, വേറെ ആരുമില്ല. ഏകാധിപതി താൻ മാത്രമാണ് അവിടെ വെളിച്ചത്തിൽ വസിക്കുന്ന ഏകൻ എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ
പിന്നെ ഞാൻ ഈ ഒരു ഇവിടെ ഞാൻ ഒരു വചനം എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ ദൈവവുമാണ്, പിതാവുമാണ്, അവൻ ഒരുവനാണ്. അപ്പോൾ അവൻ മോനോ തെയോ ആയിരിക്കെ മോനോ ജീൻസ് ആയിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ നേച്ചർ എടുത്തത്, അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ എടുത്തത് നമ്മുടെ പാപത്തിന്റെ യാഗത്തിന് വേണ്ടിയാണ്. അപ്പൊ അവന് ആദിയും അന്ത്യവും ഇല്ലാത്ത, പിതാവും മാതാവും ഇല്ലാത്ത മഹാപുരോഹിതനായിട്ടാണ് ആ യാഗത്തെ കഴിച്ചത്. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ഇത് ഈ അബ്രഹാമിന്റെ സന്തതി എങ്ങനെയാണ് ക്രിസ്തുവിന്റെ വിത്താൽ സന്തതിയാകുന്നെന്നുള്ള വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:14 പറയുന്നുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികളിൽ വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. വചനം വളരെ വ്യക്തമാണ്. ഒരുത്തൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒരു ആത്മീയ ശരീരം, ഒരു ആത്മീയ ഐഡന്റിറ്റി, അതിനെപ്പറ്റിയാണ് വളരെ വ്യക്തമായിട്ട് വചനം സംസാരിക്കുന്നത്. എങ്ങും വേറെ കൂടുതൽ പേഴ്സൺ ഉണ്ടെന്ന് വചനത്തിലില്ല. ക്ലിയർ ആയിട്ടുള്ള വേഴ്സസ് നമുക്കുണ്ട്. ദൈവം ഏകനാണ്, ദൈവം ഒരുത്തനാണ്, ദൈവം ഒരുവനാണ്. ഇതെല്ലാം റിപ്പീറ്റഡ്ലി പറയുമ്പോഴും ആ ഒരു കാര്യത്തെ മുറുകി പിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ സ്വർഗരാജ്യത്തിന്റെ അടുത്തുപോലും നിൽക്കുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 12:28 മുതലുള്ള 30 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന, അപ്പോൾ വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന, അപ്പോൾ ഒരു സമയം വരുമ്പോൾ, സമയമാകുമ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്ന വിത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഒരു വിത്ത്, അല്ലെ, ദാറ്റ് സീഡ് ഈസ് ക്രൈസ്റ്റ് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പിന്നെ പറയുന്നുണ്ട്. ആ ഒരു വിത്ത് ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്നാൽ അബ്രഹാമിന് അവന് സന്തതിയുടെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് പറയുമ്പോൾ അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്ക് എന്ന് ഏകനെ കുറിച്ചാണ് പറയുന്നത്. ബോൺ ഓഫ് ദ വൺ ആൻഡ് ദ സെയിം സ്പിരിറ്റ് പറയുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രഹാമിന്റെ നാള് മുതൽ ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ചവർ മാത്രമാണ് ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്, അബ്രഹാമിന്റെ സന്തതിയായിട്ട് എണ്ണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്മായിൽ പുത്രനായിട്ട് എണ്ണപ്പെടാത്തത്, ഏശാവ് പുത്രനായിട്ട് എണ്ണപ്പെടും. ജഡപ്രകാരം അവർ പുത്രന്മാരാണ്, പക്ഷെ അവര് ദൈവത്തിന്റെ സന്തതിയായിട്ട് എണ്ണപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അവർ ആത്മാവാൽ ജനിച്ചവരല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ ഈ 1 കൊരിന്ത്യർ 2:11 പറയുന്നത് നാമോ എന്ന് പറയുമ്പോൾ ആരെ പറ്റിയാണ് പറയുന്നത്? അവിടെ അപ്പോസ്തോലന്മാരെ പറ്റിയും അപ്പോസ്തോലന്മാരുടെ ഡോക്ട്രിൻ കേൾക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ദൈവം നമുക്ക് അപ്പോസ്തോലന്മാർക്കും അവർക്കും നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചു. അപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കണമെങ്കിൽ ആദ്യമേ പരിശുദ്ധാത്മാവ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ആത്മാവായിട്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്ക വരും, വേറൊരു കാര്യസ്ഥനെ അയക്കും എന്ന് പറയുന്നതെല്ലാം ഞങ്ങൾ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. കാര്യസ്ഥൻ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്, അത് അതിന്റെ വചനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആത്മാവിന്റെ ദാനം ലഭിക്കണമെങ്കിൽ ആദ്യം പത്രോസ് പറഞ്ഞ കാര്യം കേൾക്കുക, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെയാണ് ഈ ആത്മാവ് ലഭിക്കുന്നത്. ആ ആത്മാവ് ലഭിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്, മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് അവിടെ അപ്പോസ്തോലന്മാരെ വിളിക്കുന്നു. 3 വർഷം കൂടെ നടന്ന അവന്റെ വലിയ വലിയ പ്രവൃത്തികളെ കണ്ടവര്, പ്രവാചകന്മാരുടെ ശബ്ദം മാത്രം കേട്ടോണ്ടിരുന്ന അപ്പോസ്തോലന്മാരോടാണ് പറയുന്നത്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കാത്തവരെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടത്തെ അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ
പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിൽ. അപ്പൊ മോശയുടെ ന്യായപ്രമാണത്തിൽ നമ്മൾ പലയിടത്തും ക്രിസ്തുവിനെ കാണുന്നെങ്കിൽ അത് ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കറിയാം അവിടെ ബ്രദർ എന്നെ സമ്മതിച്ചിട്ടുണ്ട്, അവിടെ ക്രിസ്തുവാണ് പ്രത്യക്ഷപ്പെടുന്നത്. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ആയതുകൊണ്ട് അവിടെ പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ യഹോവ എന്ന നാമത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം എക്സോഡസ് നമ്മൾ വായിക്കുമ്പോൾ 6:3 പറയുന്നത് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ ഇതിലെ നാമത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്, പക്ഷെ നിനക്ക് പ്രത്യക്ഷപ്പെടുന്നത് യഹോവയുടെ നാമം, ആ യഹോവയുടെ നാമം വെളിപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ വെളിപ്പെടുത്തിയ നാമം നമ്മൾ പക്ഷെ കാണുന്നു മോശയാണ് ഇത് എഴുതുന്നത്. നമ്മൾ ജനസിസ് നോക്കുമ്പോൾ മോശയാണ് എഴുതുന്നത്. മോശ അവിടെ യഹോവ പ്രത്യക്ഷനായെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പം ക്രിസ്തു ആണ് അവിടെ പ്രത്യക്ഷനായതെങ്കിൽ യഹോവയുടെ നാമത്തിലാണ് ക്രിസ്തു അവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിക്കുന്ന എല്ലാം എന്നെ കുറിച്ചാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പൊ അതുവരെ അവർക്ക് തിരുവെഴുത്ത് തുറക്കപ്പെട്ടിട്ടില്ല. അവര് അവിടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തുവാണെന്ന് അവർക്ക് അറിയാതെ അവർ വളരെ വിഷമിച്ച് എന്തുവാണെന്നൊന്നും അവർക്ക് വിവരം കിട്ടുന്നില്ല. പക്ഷെ അവർക്ക് എപ്പോഴാണ് ശരിക്കുമുള്ള അറിവും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും വരുന്നത്? അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം മാത്രമാണ് പൂർണ്ണമായ വെളിപ്പാട് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ഇതാണ് അവര് ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത്, മാനസാന്തരവും പാപമോചനവും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ? മശീഹായുടെ ക്രിസ്തുവിന്റെ നാമത്തിൽ, അവന്റെ നാമത്തിൽ. അപ്പോൾ ഇതെല്ലാം വചനത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഒരു വചനം മാത്രം എടുത്തുകൊണ്ടും മത്തായിയുടെ സാക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ സ്നാനത്തിന്റെ ഉപദേശം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം സഭകളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് 2-3 സാക്ഷ്യങ്ങൾ എടുക്കാതെയും മറ്റുള്ള വചനങ്ങൾ ശ്രദ്ധിക്കാതെയുമാണ് ഈ ഒരു കാര്യം ഇത് ചെയ്തേക്കുന്നത്. ഇവിടെ മാനസാന്തരവും പാപമോചനവും എന്ന് പറയുമ്പോൾ ക്ലിയർലി സ്നാനത്തെ പറ്റിയാണ് പറഞ്ഞത്. പാപമോചനം പറഞ്ഞെങ്കിൽ ക്രിസ്തു മരിക്കണം, അടക്കപ്പെടണം, എന്നാലേ പാപമോചനം ഉള്ളൂ. പാപമോചനത്തിനുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞിട്ടേ അതുള്ളൂ. അത് തുടങ്ങുന്ന യെരുശലേമിലാണെന്ന് നമ്മൾ മുന്നോട്ട് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചാൽ പറയും. അവിടെ നിങ്ങൾ പോകരുത്, നിങ്ങൾ യെരുശലേമിൽ പാർത്ത് ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കാൻ അവിടെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ അത് കഴിഞ്ഞിട്ടാണ് അവർ സുവിശേഷം പറയുന്നത്. അതാണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷം അവിടെ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നു 1 പത്രോസ് അതിൽ പറയുന്നു, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ റഷ്യയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ എല്ലാം സംസാരിച്ചത് ഒരു ആത്മാവിൽ കൂടെ മാത്രമാണ്, അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പം അവിടെ പറയുന്നു വരേണ്ടിയ കഷ്ടങ്ങൾ. അപ്പോൾ ഒരു സമയത്ത് അവൻ സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെടുകയും ജഡത്തിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കഷ്ടത അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആത്മാവായ ദൈവത്തിനല്ല കഷ്ടത അനുഭവിക്കുന്നത്. ബേസിക്കലി നമ്മൾ ജഡത്തിലാണ് കഷ്ടത അനുഭവിക്കുന്നത്. അപ്പൊ വരേണ്ടിയ കഷ്ടങ്ങളെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും. അപ്പോൾ അവൻ ആദ്യം കടന്നു വരികയും പിന്നെ അവൻ ആത്മാവായി അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് 1 കൊരിന്ത്യരിൽ പറയുന്ന പോലെ പിന്നെയും മഹത്വപ്പെടുന്നു, ആദിയിൽ എന്ന പോലെ പിന്നെയും മഹത്വപ്പെടുന്നു. പിന്നെ ആ ഒരു ക്രിസ്തുവിന്റെ ആത്മാവാണ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വചനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വചനം പറയുന്നത് യശയാവും, പക്ഷെ ഇവരിൽ കൂടെ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. അവിടെ ക്രിസ്തു പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ കൂടെ പറയുന്നു, ഞാൻ തന്നെയാവുക, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. നമുക്കറിയാം ഒരു രക്ഷിതാവ് മാത്രമേ ഉള്ളത് ദൈവമാണ്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. അപ്പോൾ മറ്റൊരുത്തനുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും there is no other person. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 52:6 പറയുന്നു, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അപ്പൊ യഹോവയുടെ നാമത്തിലാണ് അവർ അന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും പറയുന്നു അവൻ എന്റെ നാമത്തെ അറിയും. അവിടെ 52-ലും 53-ലും സംസാരിക്കുന്നത് അവിടെ ഉള്ള സർവന്റിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ആകുന്നു. അപ്പോൾ ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുന്നത് അവിടെ ബേസിക്കലി ഐ ആം ഹി എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ സർവന്റിനെ കാണിച്ചിട്ടാണ് പറയുന്നത് ഐ ആം ഹി, യു മസ്റ്റ് ബിലീവ് ദാറ്റ് ഐ ആം ഹി എന്ന് പറയുന്നത്. അപ്പോൾ സമാധാനത്തെ ഘോഷിക്കുന്ന സുവിശേഷത്തിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്ന ആ സർവന്റിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അവനിൽ കൂടെയാണ്
എൻ്റെ ജനം എൻ്റെ നാമത്തെ, അതായത് യഹോവ എന്ന നാമം, അതായത് ഹി ഈസ് എന്ന് വരുന്ന, അല്ലെങ്കിൽ യാഹ് ഈസ് എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് ഇതിൽ കൂടെ, എന്ന് വെച്ചാൽ യാഹ് ഈസ് മൈ ഷലോം എന്ന് പറയുമ്പോൾ യാഹ് ഈസ് മൈ പീസ്, യാഹ് ഈസ് മൈ ബാനർ എന്ന് പറയുമ്പോൾ അവനാകുന്നു എൻ്റെ ജയക്കൊടി, യാഹ് ഈസ് മൈ എന്തുവാ ബ്രഹബോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ അർത്ഥം. അങ്ങനെ ഓരോ നാമത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അതുപോലെ യാഹ് ഈസ് മൈ സാൽവേഷൻ അല്ലെങ്കിൽ ഷുവ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവന്റെ നാമം തന്നെ, യാഹിന്റെ നാമം തന്നെയാണ് വെളിപ്പെട്ടത്. ആ നാമത്തെ പറ്റിയാണ് പറയുന്നത്. അത് രക്ഷയുടെ നാമമാണ്. രക്ഷയെ പ്രസിദ്ധമാക്കാനാണ് ആ നാമം കടന്നു വരുന്നതെന്ന് പ്രവാചകൻ പറയുന്നു. ഈ പ്രവാചകന്മാർ പറയുന്നത് എല്ലാം വിശ്വസിക്കുകയും ഇതെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മളുടെ അപ്പോസ്തോലൻ ആയ പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ യോവേലിന്റെ പ്രവചനത്തിനകത്ത് പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതങ്ങളിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ അപ്പോസ്തോല പ്രവൃത്തിയിൽ പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ ആ ദിവസം തന്നെയാണ്. ഇവിടെ യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാളെന്ന് പറയുന്നു. ഇവിടെ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ പറയുന്നു കർത്താവിന്റെ നാമമാണ് വിളിച്ചപേക്ഷിക്കുന്നവരാണ് രക്ഷപ്പെടുന്നത്. കർത്താവിന്റെ നാമം യേശു ക്രിസ്തു ആണെന്ന് നിങ്ങളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ആ കർത്താവ് തന്നെയാണ് ഈ യഹോവ എന്ന് മാത്രം പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല, അല്ല ഭാഗികമായി വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബേസിക്കലി യഹോവ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ അവൻ യഹൂദന്മാരുടെ അഡോണായി ആയ കർത്താവ്, അഡോണിയായ ഒരു ഭൂമിയിലുള്ള കർത്താവല്ല, പക്ഷെ അവൻ അഡോണായി എന്ന ദൈവം മാത്രമായിരിക്കുന്ന, അല്ലെങ്കിൽ ലോർഡ് എന്ന് അർത്ഥം വരുന്ന ആ ഒരു രീതിയിലാണ് അവൻ കർത്താവാകുന്നത്. ഈ ജീസസ് ഈസ് ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ അഡോണായി എന്നാണ് ശരിക്കും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവൻ യഹോവയാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നാണ് വളരെ വ്യക്തമായിട്ട് പ്രവചനവും ആ പ്രവചനത്തിന്റെ നിവൃത്തിയാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവിന്റെ നാമം അവര് പ്രസ്താവിക്കുന്നത് യേശുവിന്റെ നാമം തന്നെയാണ്. പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീർന്നു. അവകാശം അല്ലെങ്കിൽ ബൈ ഇൻഹെറിറ്റൻസ് ഒബ്റ്റെയിൻഡ് ആൻ എക്സലന്റ് നെയിം എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? അപ്പം നമുക്ക് പിതാവിന്റെ ഒരു പ്രോപ്പർട്ടി പോലെയാണ് അവൻ ലഭിച്ചിരിക്കുന്ന നാമം. അപ്പൊ പിതാവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ് മാറുമ്പം നമ്മുടെ നാമത്തിലേക്കാണ് വരുന്നത്. പക്ഷെ അവന്റെ നാമം തന്നെ ഒരു ഇൻഹെറിറ്റൻസ് ആണെന്നാണ് പറയുന്നത്. അവന് പിതാവിൽ നിന്നും പിതാവിന്റെ നാമമായിരിക്കുന്നത് അവന് ഇൻഹെറിറ്റൻസ് ആയിട്ട് ലഭിച്ചു എന്നാണ് ഇവിടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:4 പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ നാമം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരത്തിനുള്ള നാമമാണ്. അത് പിതാവിന്റെ നാമമാണ്, പരിശുദ്ധാത്മാവിന്റെയും നാമമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:23 വാക്യത്തിൽ പറയുന്നു. എന്റെ നാമത്തിൽ പിതാവ് അയക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ അവന്റെ നാമത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവും വരുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ഈ വചനത്തെ യെശയ്യാവിനെ കാണുന്നത്. യെശയ്യാവിനെ കാണുമ്പോൾ അവിടെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മൾ മൂലഭാഷയിൽ പോയാലും ഇതുപോലെ തന്നെയാണ്. അവന്റെ നാമമാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് അവന്റെ നാമങ്ങളല്ല, ഇത് അവന്റെ പദവികളാണ്. പിതാവെന്ന് പറയുന്നത് ഒരു നാമമല്ല ബേസിക്കലി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു നാമമല്ല, അല്ലെങ്കിൽ പുത്രൻ എന്ന് പറയുന്ന ഒരു നാമമല്ല. ബേസിക്കലി ഇറ്റ്സ് എ കോമൺ നൗൺ. നെയിം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി എ പ്രോപ്പർ നൗൺ. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ നാമം വിളിക്കപ്പെടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം അവൻ എടുത്ത പദവികളാണ്. സോ ബേസിക്കലി വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിൽ അവൻ വണ്ടർഫുൾ കൗൺസിലർ ആകും. പക്ഷെ ആസ് എ ചൈൽഡ് ഹീസ് ബോൺ, as a human being he is born, പക്ഷേ government will be upon his shoulder. അവന്റെ നാമം വിളിക്കപ്പെടും വണ്ടർഫുൾ കൗൺസിലർ, ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. മൈറ്റി ഗോഡ്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മോനോഥെയോ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അവന്റെ നാമം വിളിക്കപ്പെടുന്നത് യേശു ക്രിസ്തു തന്നെ മഹാദൈവവും രക്ഷിതാവും എന്ന് അപ്പോസ്തലൻ പറയുന്നു.
അതുപോലെ തന്നെ എവർ ലാസ്റ്റിംഗ് ഫാദർ, അവൻ തന്നെ എന്നേക്കും പിതാവ്. അവൻ ഇന്നലെയും പിതാവായിരുന്നു, ഇന്നും പിതാവാണ്, എന്നേക്കും പിതാവാണ്. പക്ഷെ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം അവൻ ആത്മാവായ ദൈവം, വചനമായ ദൈവം, ക്രിസ്തുവായ ദൈവം, അവൻ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ സ്ത്രീയുടെ സന്തതിയായി അവൻ മരണത്തിന്റെ അധികാരിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു. ആ ഒരു റോളിലാണ് അവൻ പ്രിൻസ് ഓഫ് പീസ് ആകുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ അവൻ ഒരു പ്രിൻസ് ആണ്. അവൻ ഒരു രാജാവ് ആയിട്ടല്ല വന്നത്. അവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് പറയുമ്പോൾ അവൻ മഹത്വപ്പെടുമ്പോൾ യെസ്, അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അവനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ അതുപോലെ തന്നെ എഴുതി വെക്കുകയും ചെയ്തു. അവൻ അത് ഡിനൈ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ വേഷത്തിൽ മനുഷ്യനായി നിൽക്കുമ്പോൾ ഹി ഈസ് ഓൺലി എ പ്രിൻസ് ഓഫ് പീസ്, because he became a mediator between God and man. In his spirit he was God. അവന്റെ ആത്മാവിൽ ദൈവവും അവന്റെ മനുഷ്യത്വത്തിൽ അവൻ ഒരു മനുഷ്യനുമാകുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ രണ്ടുമായിരിക്കെ അവൻ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയി തീർന്നു. പിന്നെ ഈ 7ാമത്തെ വാക്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. അവന്റെ ആധിപത്യത്തിന് വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉള്ളതല്ല, അത് എന്നേക്കുമുള്ള, ഇന്നു മുതൽ എന്നേക്കുമുള്ള രാജ്യത്വമാണ്. അപ്പം യെശയ്യാവ് സംസാരിക്കുന്ന 500-700 വർഷം മുതൽ അപ്പൊ ഈ പുത്രൻ എന്ന് പറയുന്ന അന്ന് വചനമായിട്ട് നിലനിൽക്കുന്ന ഏക ദൈവം തന്നെയാണ്. പക്ഷെ അവൻ പുത്രൻ ജനിക്കുന്നത് എന്നാണ്, അവൻ 700 വർഷം കഴിഞ്ഞാണ്. പക്ഷേ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു എന്നുള്ള വാക്യം വായിച്ചിട്ട് നിങ്ങൾ പറയുന്നത് അവൻ പിതാവിന് രാജ്യം ഏൽപ്പിച്ചു, ഇനി പിതാവാണ് രാജ്യം. പക്ഷെ ഇവിടെ പറയുന്നു അവൻ തന്നെ ദൈവം എന്ന് വിളിക്കപ്പെടും, അവന്റെ നാമം തന്നെ ദൈവം എന്ന് വിളിക്കപ്പെടുകയും അവന്റെ രാജ്യം എന്നേക്കും. അപ്പൊ പുത്രനായി ഈ ലോകത്തിൽ വന്ന് മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ച് ആ ഒരു രാജ്യത്തിന് വേണ്ടതൂടെ നൽകി കഴിഞ്ഞപ്പോൾ, അതിനുള്ള ശാശ്വത പരിഹാരം നൽകിയപ്പോൾ, അവൻ രാജ്യത്വം തിരിച്ചേൽപ്പിച്ചപ്പോൾ, അവൻ ആ പിതാവിന്റെ സ്ഥാനം വന്നപ്പോൾ അവന്റെ രാജ്യം എന്നേക്കുമുള്ളതാണ്. ഇന്നു മുതൽ എന്നേക്കും എന്ന് വെച്ചാൽ നെവർ എൻഡിങ് രാജ്യത്വമാണ് ഉള്ളത്. അപ്പം അവന്റെ ആ നേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. അവൻ ഹ്യൂമൻ നേച്ചറിൽ വന്ന് ആ രാജ്യത്തെ വീണ്ടെടുക്കുകയും, അതാണ് 1 കൊരിന്ത്യർ 15:24 ആ ഒരു അന്നൊരു വിഷയം പറഞ്ഞു. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം അവനെ സംബന്ധിച്ചോളം ഇവിടെ പുത്രനുമാണ്, അവൻ ഇവിടെ പിതാവുമാണ്, അവൻ ഇവിടെ മൈറ്റി ഗോഡുമാണ്, അവൻ ഇവിടെ പ്രിൻസ് ഓഫ് പീസുമാണ്, അവൻ ഇവിടെ ഹോളി സ്പിരിറ്റുമാണ്, എല്ലാമാണ്. പക്ഷെ അവൻ തന്നെ അവന്റെ രാജ്യം എന്നേക്കുമുള്ളതാണ്. അപ്പം ഈ ഒരു പിതാവ് പുത്രനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒരു മനുഷ്യ സങ്കല്പത്തിൽ അത് കാണുമ്പോൾ അത് ഒരു ഗിഫ്റ്റ് എടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെങ്കിൽ ആ ഒരു രാജ്യം അവൻ വീണ്ടെടുക്കുകയും മനുഷ്യൻ എന്ന നിലയിൽ വീണ്ടെടുക്കുകയും പിന്നെ ആ രാജ്യം അവൻ എന്നേക്കും ഉള്ളതാണെന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ യഹോവ ഈസ് ഓൺലി ഫാദർ, സൺ ഈസ് ബ്രദർ ആൻഡ് ഹസ്ബൻഡ്. അപ്പം നമ്മൾ ഇതും ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ബേസിക്കലി ഇവിടെ ദൈവം പിതാവ് എങ്ങനെയാകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം സൃഷ്ടിതാവായത് കൊണ്ടാണ് ഒരു ഹ്യൂമൻ ആയിട്ട് റിലേഷൻഷിപ്പ് ചെയ്യുമ്പോൾ അതിനെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് രക്ഷയുടെ നായകനും രക്ഷിക്കപ്പെടുവാനുള്ളവരും അവർക്ക് രണ്ടുപേർക്കും പിതാവ് ഒന്ന് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ക്രിയേഷന്റെ ഭാഗമായി തീർന്നു. ഒരാള് ക്രിയേറ്റർ ആയിരിക്കെ, വചനം സകലത്തിനും കാരണഭൂതനായിരിക്കെ അവൻ ക്രിയേഷന്റെ ഭാഗമായി തീർന്നു. പക്ഷേ ഇവിടെ പറയുന്നു ഫാദർ എന്ന് പറയുന്നത് അവൻ ക്രിയേറ്റർ എന്ന രീതിയിലുള്ളതാണ്. അവൻ അതുകൊണ്ടാണ് ഫാദർ. അതുപോലെ തന്നെ അവൻ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടും ഹോളി വൺ ഓഫ് ഇസ്രായേൽ, ഹോളി വൺ, ഒരുവൻ മാത്രമാണ് അവൻ. ഹോളി വൺ, ഒരുവൻ മാത്രമേ ഉള്ളൂ, പരിശുദ്ധൻ, അത് ദൈവം തന്നെയാണ്. അവൻ ഈസ് ഹസ്ബൻഡ്. സോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുക ദൈവം നമുക്ക് പിതാവുമാണ്, ദൈവം രക്ഷിതാവായതുകൊണ്ട് നമുക്ക് ഹസ്ബൻഡും ആണ്. ഒരേ വ്യക്തി ഹസ്ബൻഡും ആണ്, ഒരേ വ്യക്തി പിതാവുമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ വൾഗർ തിങ്. ബട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ എ സ്പിരിച്വൽ നേച്ചർ. സ്പിരിച്വൽ നേച്ചർ ക്രിയേറ്ററിന്റെ നേച്ചറിൽ അവൻ ഫാദർ ആണ്. അവൻ നമ്മുടെ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊവൈഡർ അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുന്ന രക്ഷിതാവ് എന്ന നേച്ചറിൽ അവൻ ഹസ്ബൻഡ് ആണ് ബേസിക്കലി. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു അബ്രഹാമിനെ അവൻ ഗോഡ്സ് ഫ്രണ്ട്, ദൈവത്തിന്റെ
ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന് ഉള്ള മനുഷ്യനോടുള്ള അവന്റെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. അത് നമ്മൾ ഒരു മനുഷ്യനെ പോലെ ഫ്രണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫൂളിഷ് തിങ് ബേസിക്കലി. പക്ഷെ ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് ആർ ഇൻ ദ സ്ക്രിപ്ചർ. അപ്പൊ ഇതുപോലെ തന്നെ യേശു പറയുന്നു, ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻ, അപ്പോൾ ഐ വിൽ കം ടു യു. അപ്പൊ ഓർഫൻസ് ആയിട്ട് വിടത്തില്ലെങ്കിൽ അവിടെ ഫാദർ തന്നെയാണ്. റോമൻസ് 8:9 പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് ഒരൊറ്റ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഒരൊറ്റ ആത്മാവിനെ പറ്റി വിവരിക്കുമ്പോൾ പറയുന്നു, ഇത് ദൈവത്തിന്റെ ആത്മാവാണ്, ഇത് ക്രിസ്തുവിന്റെ ആത്മാവാണ്, ഇത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ്. അപ്പൊ ഇത് പിതാവിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ഇത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഈ ഒരൊറ്റ ആത്മാവാണ് ഒരുവനിൽ വസിക്കുന്നത്, അത് പരിശുദ്ധ ആത്മാവാണ്. പക്ഷേ ഇവിടെ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണ്? പിതാവ് തന്നെയാണ് ഉയർപ്പിച്ചത്, അല്ലെങ്കിൽ ദൈവം ഒരുവൻ തന്നെയാണ് ഉയർപ്പിച്ചത്. അപ്പൊ ഇതെല്ലാം ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളും നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരേ ആത്മാവിന്റെ പല നേച്ചറും ടൈറ്റിൽസും ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് അവിടെ വേറെ വേറെ ആത്മാക്കളോ ഒന്നുമല്ല. നമ്മൾ കാണുന്നത് ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇവിടെ യേശു പിന്നെ പറയുന്നു, ഐ വിൽ നോ ലോnger കോൾ യു സർവൻസ് ബിക്കോസ് സർവൻസ് ഡു നോട്ട് നോ ദെയർ മാസ്റ്റേഴ്സ് ബിസിനസ്. ഇൻസ്റ്റെഡ് ഐ കോൾ യു ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പിന്നെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മുടെ ഹസ്ബൻഡ്, രക്ഷിതാവ് എന്ന നിലയിൽ, രക്ഷയുടെ നായകൻ എന്ന നിലയിൽ ഹസ്ബൻഡാണ്. അപ്പൊ അവൻ ഇറ്റർണൽ ഫാദർ ആണ്, അവൻ ഹസ്ബൻഡാണ്, അവൻ ഫ്രണ്ടാണ്, അവൻ പല തരത്തിലും നമ്മുടെ ഈ ഒരു രക്ഷയോടുള്ള ബന്ധത്തിൽ പല നേച്ചറിൽ നമ്മളോട് ഇടപെടുന്നത് കൊണ്ട് അവൻ ഒരു മനുഷ്യരെ പോലെ ഫ്രണ്ടുമല്ല, മനുഷ്യരെ പോലെ പിതാവുമല്ല, മനുഷ്യരെ പോലെ പുത്രനുമല്ല, മനുഷ്യരെ പോലെ അവൻ ഹസ്ബൻഡും അല്ല. പക്ഷെ അവൻ ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ നേച്ചറിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ലയൺ, അതായത് കിങ് ആൻഡ് ദ ലാം, സബ്ജക്ട് ഓഫ് ദ കിങ്. അവൻ ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ് ആൻഡ് സാക്രിഫൈസ്. അവൻ തന്നെ മഹാപുരോഹിതനും അവൻ തന്നെ യാഗത്തിന്റെ വസ്തുവും. അവൻ തന്നെ ദാവീദിന്റെ റൂട്ട് ക്രിയേറ്റർ, അല്ലെങ്കിൽ ക്രിയേറ്റർ ഗോഡ് ഫാദർ ആൻഡ് ഡേവിഡ്സ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നു. അപ്പോൾ അവന്റെ സന്തതിയുമാണ്. അപ്പോൾ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയും നിയോഗപ്രകാരം ദൈവത്തിന്റെ പുത്രനെ എന്ന് പറയുമ്പോഴത്തേക്ക് മോനോ ജീൻസ് തെയോസ്, അതായത് ക്രിയേറ്റർ ഗോഡ് ദ ഫാദർ, അവന്റെ ഫാദറുമാണ്, അവന്റെ ജഡപ്രകാരം അവന്റെ പുത്രനുമാണ്. അവൻ ക്രിയേറ്ററുമാണ്, റിഡീമറുമാണ്. അവൻ ഇറ്റേണൽ കിങ്ങുമാണ്, കൗൺസിലറുമാണ്. അപ്പം കിങ് ആൻഡ് മിനിസ്റ്റർ രണ്ടുമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കണം എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഒന്നും അതിനകത്ത് തെറ്റല്ല. എന്തെങ്കിലും നമുക്ക് കാണുന്നെങ്കിൽ അവിടെ യേശുവിനെ പറ്റിയാണ്, മശിഹായെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നതെങ്കിൽ അവിടെ പറഞ്ഞേക്കുന്ന ഓരോ വാക്യങ്ങളും അത് പ്രവാചകനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയത് ഓരോന്നും വിശ്വസിക്കേണ്ടതാകുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു. അവൻ രാജാവാണ്, അവൻ രാജകുമാരനുമാണ്, അവൻ ദൈവം ആണ്, അവൻ ദൈവപുത്രനുമാണ്. അപ്പോൾ ഒരേ ആള് രണ്ട് ഓഫീസിനെ വഹിക്കുന്നു. ഒരേ ആത്മാവിന്റെ പ്രവർത്തനത്താൽ അവൻ വചനം ദൈവം ആയിരുന്നു, ആ വചനം ജഡമായി തീർന്നു, അങ്ങനെ അവൻ രാജകുമാരനായി തീർന്നു. അവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ പീസ് കൊണ്ടുവരുവാൻ വേണ്ടി ആ ടൈറ്റിൽ എടുത്തു. He is Almighty God and only servant who truly humbles himself. അവൻ Almighty God ആണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേല ചെയ്യുന്നു. അപ്പം although being in the form of God, അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ അവൻ സമത്വം വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി, തന്നെ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി. അപ്പം അവന്റെ മാനുഷികത്വത്തെ അവൻ താഴ്ത്തി, അവൻ ആത്മാവിന് വിധേയപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹി ഈസ് എവർലാസ്റ്റിംഗ് ഫാദർ. അവൻ ഇന്ന് മാത്രമല്ല, അവൻ എന്നേക്കും പിതാവും, ഇന്നലെയും അവൻ പിതാവായിരുന്നു, ഇന്നും പിതാവാണ്, ഇനി എന്നേക്കും പിതാവാണ്. ആൻഡ് ബിക്കേം എ മോണോജീൻസ് സൺ. അപ്പൊ ഒരു ജീൻസ് ഇതുപോലെ മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ജീൻസ് പറയുമ്പോൾ മാത്രം നമ്മൾ കാണുന്നു അവിടെ
ജീനിയോളജി പറഞ്ഞു വരുമ്പോൾ അവൻ യോസേഫിന്റെ മകൻ ആയിരുന്നു എന്ന് അവർ വിചാരിച്ചു. പക്ഷേ അമ്മയുടെ കാര്യം പറയുമ്പോൾ അവൻ മറിയയുടെ മകനായിട്ട് തന്നെ വരുന്നു. അങ്ങനെ ദാവീദിന്റെ സന്തതിയായിത്തീരുന്നു. മോനോജീൻസ്, ഇതുപോലെ ഒരു സൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ ഒരു ബ്രദറിന്റെ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ യാഹ്വേ. ഞങ്ങൾ വിചാരിക്കുന്നത് യാഹ്വേ എന്നത് പഴയ നിയമത്തിൽ ഒരേ ദൈവം നൽകിയ നാമമാണ്. ആ ദൈവം തന്നെയാണ് യെരമ്യയുടെ പ്രവചനത്തിൽ പറയുന്നത്. 31:31 പറയുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു പുതിയ ഉടമ്പടി നൽകുന്ന നാമം വരും, ഞാൻ എൻ്റെ നിയമം അവർ ഹൃദയത്തിലാക്കും, ഞാൻ അവരിൽ വസിക്കും, ഞാൻ അവർക്ക് ദൈവം ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അവരിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അവരിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ്, അവരിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ പുതിയ നിയമം ചെയ്തപ്പോൾ ദൈവം എടുത്ത പുതിയ നാമമാണ് യേശു മശിഹ എന്ന നാമം. ആ നാമമാണ് പുത്രന് നൽകി. ആ പുത്രൻ ദൈവത്തിന്റെ ആ നാമത്തെ മഹത്വപ്പെടുത്തിയത്. 1 Spirit and 3 manifestation. വചനം പറയുന്നു 1 കൊരിന്ത്യർ 12, 1 Spirit and many manifestations. അപ്പം അവൻ അഗ്നിമേഘ തൂണുകളാൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും, അവൻ ഒരു ദൂത പ്രത്യക്ഷത വരുത്തിയപ്പോഴും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്തിൽ പ്രവർത്തിച്ചു എങ്കിൽ അതെല്ലാം ഒരേ ആത്മാവിന്റെ പല മാനിഫെസ്റ്റേഷൻസ് ആണ്. 3 persons ആയതുകൊണ്ടും അത് വചനത്തിലില്ല, ഒരുത്തൻ മാത്രമെന്ന് പല വചനം ഞാൻ കാണിച്ചു. അതുകൊണ്ട് ഞങ്ങൾ 3 persons ബിലീവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 3 manifestations നമ്മൾ 3 persons എന്നും ഞങ്ങൾ ബിലീവ് ചെയ്യുന്നില്ല. ബേസിക്കലി ഫാദർ ഈസ് ദി ഓൺലി ഫാദർ. ഞാൻ കാണിച്ചു, ഫാദർ ഈസ് ഓൾസോ ഹസ്ബൻഡ് in the way he has saved, in the nature of being a savior അല്ലെങ്കിൽ redeemer, he is basically a husband. അതുപോലെ തന്നെ യേശുവും നിത്യപിതാവാണ്. സമയം മുമ്പോട്ട് പോവുകയാണേ. ഞാൻ ചോദിച്ച ബ്രദർ ഓക്കെ ആണോ? ഇത് ഓൾമോസ്റ്റ് തീരാറായിപ്പം. പിന്നെ ഞങ്ങള് വിശ്വസിക്കുന്നത്, ഞങ്ങളാണ് പുത്രനെ ഡിനൈ ചെയ്യാത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ വേറെ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നും കൂടെ ഒന്ന് പറയണേ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നവരും വിശ്വസിക്കുന്നത് എന്താണ്? ബ്രദർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ. അപ്പം സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് ഒരു മനവാട്ടിയായ ഒരു സഭയേ ഉള്ളു. അപ്പൊ സഭ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദൈവ വിശ്വാസവും ഞങ്ങളുടെ തുടക്കം യേശു ക്രിസ്തുവിന്റെ സ്നാനത്താലും വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ ജഡമെടുത്തൊരു പുത്രന്റെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി വന്നെന്ന് വിശ്വസിച്ചില്ല എങ്കിലാണ്. കൺക്ലൂഡ് ചെയ്തോ? ഞാൻ 1-2 ചോദ്യങ്ങൾ ഒന്ന് ക്ലിയർ ആകാനുണ്ട്, ഞാൻ ചോദിച്ചോളാം. ബ്രദർ പറഞ്ഞ് നിർത്തിക്കോ? ഓക്കെ. അപ്പം അവൻ ദാവീദിന്റെ ഇത് ഞാൻ ഓൾറെഡി കവർ ചെയ്തതാ. യെശയ്യാവ് ഞാൻ കവർ ചെയ്തതാണ്. ഇവിടെ ബ്രദർ പറഞ്ഞതുപോലെ ആലങ്കാരിക പ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്തതുപോലെയാകും. അവിടെ റെഫറൻസ് ക്ലിയർലി സണ്ണിനെ പറ്റിയാണ്. പക്ഷെ സൺ അവന്റെ ഗ്ലോറിഫിക്കേഷൻ കഴിഞ്ഞ് എടുക്കുന്ന പദവിയാണ്, അവന്റെ നാമത്തെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിച്ചു. യെസ്, അവന്റെ സൺഷിപ്പ് അല്ലെങ്കിൽ അവന്റെ ഹ്യൂമൻ നേച്ചർ വാസ് ബോൺ ആൻഡ് ഡൈഡ്. അപ്പൊ അതൊരു സമയത്താണ്. ഇനി ബ്രദറിന് സമയം കിട്ടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനേ. സമയം കിട്ടും. 1 മണിക്കൂർ. ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ കവർ ചെയ്തോട്ടെ. ഇവിടെ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2:9-10 വായിക്കുമ്പോൾ ഹയസ്റ്റ് നെയിം ഇൻ ഹെവൻ, ഇന്നും യഹോവയുടെ നാമം നിലനിൽക്കുന്നെങ്കിൽ ഹെവനിൽ പിതാവ് ഇല്ലയോ, അല്ലെങ്കിൽ ആ നാമം ഇല്ലയോ? അപ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ നാമം ഏറ്റവും മേലായ നാമമാകുന്നത്? അപ്പോൾ അത് പിതാവിന്റെ നാമം ആയതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും മേലായ നാമം എന്ന് പറയപ്പെടുന്നത്. അത് പിതാവിന്റെ നാമം പുത്രൻ മഹത്വീകരിച്ച്, പക്ഷെ അത് ഏറ്റവും മേലായ നാമമാകണമെങ്കിൽ അത് പിതാവിന്റെ നാമം തന്നെയാണ്. അതുകൊണ്ടാണ് അത് സ്വർഗത്തിൽ ഏറ്റവും മേലായ നാമം. അത് വെച്ച് ഞാൻ നിർത്തുവാണ്. താങ്ക് യു. ഓക്കെ. 1-2 ക്ലിയർ ആകാൻ വേണ്ടി 1-2 ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഈ യേശു ക്രിസ്തു, അതായത് യേശു ക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവം, അതായത് സാക്ഷാൽ ദൈവം എന്നാണ് ബ്രദർ വിശ്വസിക്കുന്നത്, അല്ലേ? അതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു തന്നെയാണ്
പിതാവും പരിശുദ്ധാത്മാവും എന്ന് വിശ്വസിക്കുന്നു. അവൻ തന്നെയാണ് പുത്രനായി ലോകത്തിലും കടന്നു വന്നത്. പുത്രനായിട്ടാണ്. വചനം പഴയ ദൈവമായിരുന്നു, ഓക്കെ വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അപ്പൊ അവൻ തന്നെയാണ് ആ ഓക്കെ പ്രവർത്തിച്ചത്. അപ്പൊ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന പേരിൽ യഹോവ എന്ന പേരിൽ വെളിപ്പെട്ടത് യേശുക്രിസ്തു തന്നെയായിരുന്നു. 100%. യേശുക്രിസ്തു തന്നെയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യ അവതാരം എടുത്ത് കടന്നു വരുമ്പോൾ അവതാരം എന്നല്ല നമ്മൾ അത് ഉപയോഗിക്കുന്ന. അവതാരം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെയും വരുന്ന റെക്കറിങ് കാര്യമാണ്. അതുകൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ മാനിഫെസ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ദൈവത്തിന്, അത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ മോനോ ജീൻസ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ അവൻ. ഞാൻ പറയാൻ വന്നത് അവതാരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹിന്ദുക്കളെ പോലെ ആയിപ്പോവും. ഒരേ ദൈവം പല പ്രാവശ്യം അവതരിക്കുന്നത് പോലെ ആയിപ്പോവും. അത് അതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. അപ്പൊ പിന്നെ എന്താണ് അതിന് പറയുന്നത്? ദൈവം മാനിഫെസ്റ്റേഷൻ പ്രത്യക്ഷത എന്ന് പറയും. ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷത. അപ്പോൾ അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഉള്ള ദൈവത്തിന്റെ ആ സ്ഥാനം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവം ഉണ്ടോ? അതാണ് ഞാനിപ്പം മുമ്പേ കാണിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3:13 കരുതുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നവനും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനും. അപ്പം നമ്മൾ ഈ സാധാരണ മനുഷ്യര് ഇപ്പം നമ്മളിപ്പം ഹിന്ദുക്കളെ കാണുമ്പോഴത്തേക്ക് ഗണേശയുടെ ഐഡൽ ഇപ്പം ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. നമ്മൾ അവിടുന്ന് കൊണ്ടുപോയി വേറെ ഒരിടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. പക്ഷെ ദൈവത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ദൈവം ഓംനി പ്രസന്റ് ആണ്. നമ്മളെ ബൈബിളിൽ കാണിക്കുന്ന ദൈവം ഓംനി പ്രസന്റ് ആണ്. ഒരു ലക്ഷം അല്ലെങ്കിൽ 100 കോടി സ്ഥലത്ത് ഒരേപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവമാണ്. ആത്മാവായ ദൈവമാണ്. സകലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവനെ പറ്റി പറയുന്നത് സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠം എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ സകലത്തിൽ നിറഞ്ഞു. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ അല്ല ഭൂമിയിലേക്ക് പ്രതിഷ്ഠപ്പെട്ടത്. അതിനെ പൂർണ്ണ രൂപം എന്നല്ല പറയേണ്ടത്. അതിനെ പറയുന്നത് ആ മാനിഫെസ്റ്റേഷൻ, ആ നേച്ചർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു അവിടെ പറയുന്നു, പിതാവ് എന്നെക്കാട്ടിൽ വലിയവൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നേച്ചറെ കാണുന്നു. ഓക്കെ, യേശു മറിയയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ദൈവമായിട്ട് തന്നെയാണോ ആയിരുന്നത്? ഈ ഉദരത്തിലേക്ക് കടന്നുപോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗർഭപാത്രത്തിൽ 12ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ആ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുന്നത്. യേശു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ മറിയയിലുള്ള ജനിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ ബ്രദർ പറയുന്ന കാര്യം, അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ അകത്ത് ഇരിക്കുമ്പോൾ ദൈവമായിട്ടാണോ ഇരുന്നത്? ഇതൊരു കുസൃതി ചോദ്യമാണ്. ഇതൊരു കുസൃതി ചോദ്യം. ഞാൻ പറയാം, കുസൃതി ചോദ്യമല്ല, ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പൊതുജനത്തിന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഉത്തരം 100% ഉണ്ട്. ഉത്തരം 100% ഉണ്ട്. യേശു ആലയത്തിൽ നിന്നപ്പോൾ യേശു പറഞ്ഞത്, ഈ ആലയത്തെ നിങ്ങൾ വീഴ്ത്തുവിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ യേശു തന്റെ ശരീരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്, ആത്മാവിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. യേശു ശരീരത്തെ പറ്റി സംസാരിക്കുമ്പോൾ വെറും ഒരു ഭ്രൂണമായ കുഞ്ഞു വളർന്നു വരുമ്പോൾ ഒരു ശരീരം ഒരുക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനെ അതിൽ വസിച്ചുകൊണ്ട് തന്റെ വേല ചെയ്യുവാൻ. അപ്പൊ അതുകൊണ്ട് ആ ഭ്രൂണോ അല്ലെങ്കിൽ കൊച്ചിനെ പറ്റിയല്ല പറയുന്നത്, അത് അവന്റെ ആലയമാണ്. അവിടെ അതിൽ വസിച്ചുകൊണ്ടാണ് അവൻ രക്ഷയുടെ വേല ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ ദൈവമാണോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവം ആത്മാവാണ്. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ബ്രദർ. അതായത് യേശുവിന്റെ പ്രത്യക്ഷത എന്നാണ് ബ്രദർ പറഞ്ഞത്. യേശുവിന്റെ പ്രത്യക്ഷത ഭൂമിയിൽ വരുന്നത് യേശുവിന്റെ അമ്മയായ മറിയയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ഉരുവാകുന്നു. ആ മറിയ യേശുവിനെ പ്രസവിക്കുവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ ഗർഭപാത്രത്തിന്റെ അകത്തിരിക്കുമ്പോൾ യേശു പൂർണ്ണ ദൈവമായിട്ടാണോ ആയിരുന്നെന്നാണ് ഞാൻ ചോദിച്ചത്. അവനിലുള്ള ആത്മാവ് ദൈവമാണെന്നല്ലേ നമ്മൾ പറയേണ്ടത്. അവനിലുള്ള ആത്മാവ്. അതുകൊണ്ടാണ് അവൻ എപ്പോഴും പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ വേല ചെയ്യുന്നു. ദൈവം ആത്മാവാണ്. നമ്മൾ ആ കുട്ടിയെ അല്ല ദൈവമാക്കുന്നത്, അത് അവന്റെ മനുഷ്യത്വമാണ്. അവിടെയാണ് നമ്മൾ കൺഫ്യൂസ് ആകുന്നത്. ഈ അവന്റെ മനുഷ്യത്വവും അവന്റെ ദൈവത്വവും തമ്മിൽ കലർപ്പ് ഉണ്ടാക്കുന്നതിന് ഉള്ള പ്രശ്നം അതാണ്. അവന്റെ ശരീരം എന്താണ്? വചനം ജഡമായി. ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് പല സ്ഥലത്തും ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. 100% ദൈവത്തിന് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യക്ഷതയാണോ
മറിയയുടെ ഉദരത്തിലും യേശു ഉരുവാകുന്നത്? മനുഷ്യ പ്രത്യക്ഷ, അതായത് അപ്പോൾ മനുഷ്യപ്രതി അങ്ങനെ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവമായി സ്വർഗത്തിൽ തന്നെ ഉണ്ടായിരുന്നോ? ആത്മാവാണല്ലോ. ആത്മാവായത് കൊണ്ട് അവൻ ഏത് സമയത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അവൻ ഒരേ സമയത്ത് ഈ പറയുന്ന ഒരേ സമയത്ത് സ്വർഗത്തിലും അതേ സെയിം സമയത്ത് തന്നെ മറിയയുടെ ഉദരത്തിലുമായിരുന്നു എന്ന് പറയേണ്ടി വരും. 100%. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ അതിന് വേണ്ടി എടുത്താൽ മതി. ഈ ലോകത്തിൽ കാണുമ്പോൾ 100,000 ദൈവപുത്രന്മാർ ഈ ലോകത്തിലുണ്ട്. എല്ലാവരിലുമുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്, ക്രിസ്തുവിന്റെ ആത്മാവാണ്, ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ജനിപ്പിച്ച ആത്മാവാണ്. ഒരേ ആത്മാവാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഈ ലോകത്തിലുള്ള ദൈവമക്കളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരേ ആത്മാവിന്റെ പ്രവർത്തനമല്ലേ ഇത്രയും സ്ഥലത്ത് നടക്കുന്നത്? ലോറൻസ് പാസ്റ്റർ റെഡി ആയതാണോ? ഓക്കെ, എനിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു. അത് പാസ്റ്റർക്കും ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഏതാണ്ട് ഒരു 40-45 മിനിറ്റോളം വിൽസൺ ബ്രദർ തൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ആ സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ അതേ ആശയം തന്നെയാണ്. ഈ പ്രാവശ്യം അല്പം കൂടെ വിവരിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോറൻസ് പാസ്റ്റർക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, ചോദിക്കാനുള്ളത്? ഇനി നമുക്ക് ചോദ്യോത്തരം ആയിക്കോളാം, കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്ന ഈ വിഷയത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ, ഞാന് ഇപ്പൊ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാൻ മേലാത്ത ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അദ്ദേഹം കാര്യങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാല് നമ്മളൊരു പോയിന്റിലേക്ക് വന്നിരുന്നു. ആ പോയിന്റ് വിശദീകരിക്കാൻ അദ്ദേഹം ഇത്രയും സമയം എടുത്ത് അത്രയും അദ്ദേഹം വർക്ക് ചെയ്തു, അല്ലെ അതിൽ ചിന്തിച്ചു എന്നുള്ളതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. എങ്കിലും ആ ഒരു ചെറിയ ആ ഒരു കോണ്ടക്സ്റ്റിനെ, ആ ഒരു സബ്ജക്റ്റിനെ വിചിന്തനം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ തനിക്ക് അറിയാവുന്നതും ഇവരുടെ വണ്ണസിലുള്ള എല്ലാ അറിവുകളും ഒക്കെ ചേർത്തിണക്കി ഒരു ഡംപിങ് പോലെ, എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂസ് ആകത്തക്ക നിലയിൽ മൊത്തം കാര്യങ്ങളിലേക്ക് നമ്മളെ വീണ്ടും ഇടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ആ നിലയിലൊന്നും, അല്ലെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് പ്രാക്ടീസ്, ഇപ്പം ഡിബേറ്റോ അല്ലെങ്കിൽ ഡിസ്കഷൻ ഒക്കെ ചെയ്തുള്ള പ്രാക്ടീസുകൾ ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹത്തിന് നല്ല പ്രാക്ടീസ് ഉള്ള ആളാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. അവരൊക്കെ വളരെ നാളുകളായിട്ട് ഡിബേറ്റ് ഒക്കെ ചെയ്ത്. ഞാൻ ലോറൻസ് പാസ്റ്ററിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ഈ അങ്ങനത്തെ പേഴ്സണൽ കമന്റ്സ് ചെയ്യാതെ. ഇല്ല, അതില്ല, അത് കുഴപ്പമില്ല. ഞാൻ കമന്റ് വരില്ല. ഞാൻ ആ പ്രോഗ്രാമിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു അത് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വിഷയമുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറ്റൊരാളെ നമ്മൾ ഒരു കൊച്ചാക്കുന്ന ഒരു സമീപനം ഉണ്ടാകും. നമ്മുടെ ആശയം നമ്മൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ വിൽസൺ ബ്രദർ പറഞ്ഞ ആശയത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങളും വേണമെങ്കിൽ ഉൾപ്പെടുത്തി അതിനുള്ള മറുപടിയും പറയാം. അവരെന്താണോ, അവരെന്തായിരിക്കുന്നു, അത് നമ്മുടെ വിഷയമല്ല. അവര് പറഞ്ഞ ആശയത്തെ നമ്മൾ ഖണ്ഡിക്കുക എന്നുള്ളത് മാത്രമേ. നമ്മളെന്ന് പറഞ്ഞ ബ്രദർ ഖണ്ഡിക്കുക, ഞാൻ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയല്ലേ. ഞാൻ അദ്ദേഹം അവതരിപ്പിച്ചപ്പോഴും നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും മിണ്ടാതിരിക്കുകയായിരുന്നു. ഏതാണ്ട് എത്ര സമയം എടുത്ത് കാണുമെന്ന് അറിയാമോ? ഏതാണ്ട് ഒരു 45 മിനിറ്റ് 45 മിനിറ്റ് മിണ്ടാതിരുന്ന ആളാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. അപ്പൊ എന്റെ വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചാടി വീഴുകയാണ്. ഞാൻ നിങ്ങളെ അനാവശ്യം പറഞ്ഞു, ചീത്ത വിളിച്ചു. ഇല്ല, അതൊന്നും വിഷയമില്ല, ബ്രദർ സംസാരിച്ചു. ഞാൻ 45 മിനിറ്റ് മിണ്ടായിരുന്ന ഇത്ര ആൾക്കാർ കേട്ടോണ്ടിരുന്ന ഒരു വലിയ ബ്ലണ്ടർ പ്രോഗ്രാമിന്റെ ബ്ലണ്ടർ ഏരിയ ഞാൻ ടച്ച് ചെയ്തു. കാരണം വളരെ കൃത്യമായി എന്താണെന്നാണ് അത് ആദ്യം ഞാൻ പറഞ്ഞ്, അത് ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്തു. 45 മിനിറ്റ് ഞാൻ കേട്ടുകൊണ്ടിരുന്ന നമ്മൾ ഈ രണ്ടാമത്തെ പ്രോഗ്രാമിൽ വ്യക്തവും ക്ലിയർ ആയിട്ടും അവതരിപ്പിച്ച സബ്ജക്റ്റിന് വേണ്ടി എല്ലാ അറിവുകളും ഇവിടെ കൊണ്ടുവന്നിടുകയും ഇത്രയും കാട് കയറി പോയതിനെ ഞാൻ ഒന്ന് അഡ്രസ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ സഹിച്ചിരുന്നു ഇത്ര നേരം? ഇത് കേട്ടോണ്ടിരുന്നവർ എത്ര നേരം സഹിച്ചു? ഓക്കെ, 95% ഞാൻ കാര്യത്തിലേക്ക് കിടക്കണം. അത് പേഴ്സണൽ ആയിട്ട് എടുക്കല്ലേ, ഇതൊന്നും പേഴ്സണൽ അല്ല. നമ്മൾ നേരത്തെ സംസാരിച്ചു, ഇതിന് തൊട്ടുമുമ്പാണ് പേഴ്സണൽ. ബ്രദർ 2.5 മണിക്കൂർ പ്രസന്റ് ചെയ്തല്ലയോ? ഞാൻ 45 മിനിറ്റ് അല്ലേ ചെയ്തോളൂ. അത് കുഴപ്പമില്ല, അത് ഞങ്ങളുടെ സംസാരിക്കാനുള്ള സംസാരിച്ചു.
ആ കാരണം പ്രോഗ്രാമിനെ നമ്മുടെ മീറ്റിംഗ് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ സംസാരിക്കണ്ട. ബ്രദർ അതിനെ ഖണ്ഡിച്ച് അല്ല സംസാരിച്ചോ. അല്ല ഇത് എതിരല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആ പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം ഇല്ലാതെ ചെയ്തതിനെ എല്ലാം ഇദ്ദേഹത്തിന് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇല്ലാതെ ചെയ്ത പ്രോഗ്രാം. പക്ഷേ അദ്ദേഹവുമായി ചെയ്ത പ്രോഗ്രാമിന്റെ ഒരു വിശദീകരണം നമ്മൾ അതിന്റെ തുടക്കത്തിൽ ചെയ്തിരുന്നു. അത് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുകയും ചെയ്തു. 2 മിനിറ്റും 5 മിനിറ്റും അടങ്ങുന്ന 7 മിനിറ്റ് ഭാഗം ഞാൻ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ അന്നേരം 2 മണിക്കൂർ ചർച്ച ചെയ്ത് എല്ലാ വിഷയവും എടുത്തുകൊണ്ട് അഡ്രസ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതാ പറഞ്ഞത്. താങ്കളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, താങ്കൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. 45 മിനിറ്റ് ഞാൻ മിണ്ടാതിരുന്നത്. ബ്രദറെ, ഇതുവരെ ബ്രദർ ഒരു കാര്യവും ഖണ്ഡിച്ച് സംസാരിച്ചിട്ടില്ല. ഇതുവരെ ബ്രദർ ഇടയ്ക്ക് കയറാതിരിക്കും. ഞാൻ സംസാരിച്ചിട്ടില്ല. 1 മിനിറ്റ് സംസാരിച്ചുള്ളൂ. ഇടയ്ക്ക് കയറാതിരിക്കും. 45 മിനിറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യുവാ. ഞാൻ അല്ല, വെയിറ്റ് ചെയ്യുവാ. ഞാൻ 45 മിനിറ്റ് വെയിറ്റ് ചെയ്തെന്നാ പറഞ്ഞത്. 1 മിനിറ്റ് ഞാൻ പറയാം. ഇതിൽ 95% ഇനി കാര്യത്തിലേക്ക് കിടക്കാൻ പോയല്ലേ. ഇതിപ്പോ കേട്ടവർക്ക് മനസ്സിലാണല്ലോ എന്തുമാത്രം സമയമാണ് വേസ്റ്റ് ആയത്. 95% കാര്യങ്ങളും ട്രിനിറ്റി വിശ്വസിക്കുന്നവർ അതിലുള്ള ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ട്രൈ യൂണിറ്റിയാ. 3 പേഴ്സൺസിന്റെ ഈ യൂണിറ്റി. 2 വാക്യങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ബ്രദർ പറഞ്ഞ 2 വാക്യങ്ങൾ വചനത്തിനകത്ത് എവിടെയെങ്കിലും അത് എഴുതി വെച്ചോ വിൽസൺ ബ്രദർ. അത് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് ചോദിക്കാം. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ആരും അനാവശ്യം പറയുന്നില്ല. പേഴ്സണലായിട്ടൊന്നും എടുക്കരുത്. നിങ്ങളെ ഒരു കാര്യവും പറയാൻ വേണ്ടി അല്ല ഈ സമയം വിനിയോഗിക്കുന്നത്. പക്ഷേ ഇൻട്രോഡക്ടറി ആയിട്ട് പല കാര്യങ്ങൾ പറയുകയും സബ്ജക്റ്റിലേക്ക് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് തുടർന്നുള്ള നിമിഷം മോഡറേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ മിണ്ടാതിരുന്നത് പോലെ നിങ്ങൾ 2 പേര് സംസാരിച്ചപ്പോഴും മൂന്നാമതുള്ള ആള് ഞാൻ മിണ്ടാതിരുന്നത് പോലെ നിങ്ങൾ 2 പേരും മിണ്ടാതിരിക്കും. വളരെ ക്ലിയർ ആയിരിക്കണം. ഞാൻ ഇവിടെ പാവയൊന്നും അല്ല. നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ അത് മാത്രം സംസാരിക്കണോ. എനിക്ക് പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുമ്പോൾ അവരിവിടെ കണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇടയ്ക്ക് കയറില്ല. എന്റെ ശ്രദ്ധ വീണ്ടും പോയി. 95% ട്രിനിറ്റി വിശ്വസിക്കുന്നവർ പറയുന്ന ദൈവത്തിലെ യുണീക്നെസ്സും യൂണിറ്റിയും തന്നെയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. പിന്നെ ഈ 5% എന്താണ്? അതാണ് ഞങ്ങൾ പറയുന്ന അവരുടെ തെറ്റിദ്ധാരണ, അതാ മിസ്റ്റേക്ക്, നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. മിസ്റ്റേക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ, ദൈവം ആത്മാവാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ. ദൈവാത്മാവ് ഒന്നേ ഉള്ളൂ. അതാ ഊസിയ എന്ന് ഞങ്ങൾ പറയുന്നത്. അത് 3 പേഴ്സൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ പ്രീ എക്സിസ്റ്റഡ് ആയിട്ടും കോ എക്സിസ്റ്റഡ് ആയിട്ടും. എന്താണ് പ്രീ എക്സിസ്റ്റഡ്? നേരത്തെ ഉള്ള എക്സിസ്റ്റൻസ് ആയിട്ടും കോ എക്സിസ്റ്റഡ് ആയിട്ടും 3 പേരും ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. എന്നാൽ ഇതേ ആത്മാവ് ലക്ഷോപലക്ഷം ആളുകളിലെല്ലാം വ്യക്തികളായി ഒരേ സമയം പ്രവർത്തിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കണം. എല്ലാവരിലും, മനുഷ്യരിലെല്ലാം ഉള്ള ദൈവത്തിന്റെ ആത്മാവാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. ഇതെല്ലാം ഒരേ സമയം കോ എക്സിസ്റ്റ് ചെയ്ത് ലക്ഷോപലക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോഴും ഓർത്തോണം, ഒരാളിൽ പ്രവർത്തിക്കുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട പേഴ്സണിലാണ് പ്രവർത്തിക്കുന്നത്. ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം, ആ വ്യക്തിയുമായുള്ള ചുറ്റുവട്ടം എന്താണ്, അയാളോട് എന്താണ് സംസാരിക്കേണ്ടത്, അയാളിൽ നിന്ന് എന്താണ് കേൾക്കേണ്ടത്, ഇതെടുത്തുകൊണ്ട് ലക്ഷോപലക്ഷം ആളുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കപ്പാസിറ്റി ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് പറയുകയും, എന്നാൽ ദൈവത്തിൽ തന്നെ സെയിം നേച്ചറുള്ള ഇതേ ആത്മാവ് 3 വ്യക്തികൾ എന്നുള്ള നിലയിൽ ദൈവമായി നിന്നുകൊണ്ട് യൂണിറ്റിയിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്ന് എടുത്തു കാണിച്ചാൽ അത് സമ്മതിക്കത്തുമില്ല. അത് പാടില്ല, അത് കഴിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെ നടക്കും? ഒരാത്മാവല്ലേ, എങ്ങനെ നടക്കും? എന്നാ പിന്നെ എങ്ങനെയാണ് ആളുകളിലെല്ലാം ഇത്രയും ലക്ഷോപലക്ഷം ആളുകളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കും? ഇവരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഡിഫറെന്റ് പേഴ്സൺസ് ആയിട്ട് പ്രവർത്തിക്കും? അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ നേച്ചറുള്ള ഒരൊറ്റ വ്യക്തിത്വം പല ആളുകളിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഒറ്റ വ്യക്തിത്വമായിട്ട് എടുക്കുക. കാരണം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവാണ് 1 പേഴ്സൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 2nd പേഴ്സൺ സൺ ആണ്. 1st 3rd പേഴ്സൺ നമ്മൾ അല്ലെങ്കിൽ
മേളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആയിട്ട് പിതാവിനെ കാണും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ച പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഞാൻ അതിലേക്ക് വരുക, നോക്കിക്കോണേ, ഇത്രയും വഴക്കുണ്ടാക്കിയിട്ട് വേണം തിരിച്ച് ആ സബ്ജക്റ്റിലേക്ക് വീണ്ടും കയറേണ്ടത്. ഒരു മിനിറ്റ്, അവിടെ എക്കോ വരുന്നേ, ഒരു മിനിറ്റ്, അവിടെ നിന്ന് പോസ് ചെയ്യണം. ആരാ അവിടെ പോസ് ചെയ്യണേ? അല്ല സോറി, മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇനി ഞാൻ ഷെയർ ചെയ്തിട്ട് എന്താ നമ്മുടെ തിരിച്ച് ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ നമ്മൾ തെന്നിപ്പോയത് ഇതിലേക്ക് കൊണ്ടുവരാനാ ഞാനിപ്പം ഒന്ന് പാടുപെട്ട്. ഇനി ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാൻ പോവാ. എബ്രായർ 2 കയറി. കൂടുതൽ ഇനി കാട് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മള് എബ്രായർ 12 വായിക്കുവാണ്. ഇത് ഒന്ന് വിശദീകരിച്ച് തരണം. ഞാൻ നിന്റെ നാമത്തെ, ശ്രദ്ധിച്ചു കേൾക്കണം, എബ്രായർ 2:12 വായിക്കുന്നത്. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഞാൻ അവിടെ അങ്ങ് നിർത്തുക. 2:12 മാത്രം അങ്ങ് നിർത്തുക. ഈ വാക്യം ആരോട് ആരെ കുറിച്ച് എപ്പോൾ പറഞ്ഞു? ഞാൻ നിർത്തി. ഇത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. കൂടുതലൊന്നും പറയാതെ ബ്രദറെ, ആ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി തൃത്വത്തിന്റെ ആ ഒരു വിശ്വാസ പ്രകാരം അത് എങ്ങനെയാണെന്ന് ബ്രദർ പറ, എന്നിട്ട് പിന്നെ ഞാൻ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മാത്രം താങ്കൾ ഒന്ന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. താങ്കൾ ആയിരം കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതൊന്ന് പറഞ്ഞു തരും. അതൊക്കെ പറഞ്ഞു തരും, ധൈര്യമായിട്ട് പറയും. ഞാൻ നിന്റെ നാമത്തെ സഹോദരങ്ങളുടെ മധ്യത്തിൽ സ്ക്രീനിൽ കാണിക്കാമോ? ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് പറഞ്ഞതാ. ഇത് ആരോട് ആരെ കുറിച്ച് എപ്പോൾ പറഞ്ഞു ഒന്ന് പറഞ്ഞാട്ടെ. ഇത് ഈ പറയുന്ന മാതിരി ഇതൊരു പ്രവചന ശബ്ദമാണ്. ഓക്കെ, ആരാണ് പറയുന്നത്? സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത്. എന്റെ സഹോദരന്മാരോട്. ആരാണ് ഇവിടെ സഹോദരനായി തീർന്നത്? ഞാൻ എന്ന് ഏകപുത്രൻ, മോനോജീൻസ് ആണ്. നിന്റെ നാമം ആരുടെയാണ്? ദൈവത്തിന്റെ നാമത്തെ പറ്റിയാ പറയുന്നത്. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ആരെയാണ് സ്തുതിക്കുന്നത്? ദൈവത്തെ മാത്രമാണ് സ്തുതിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഏത് നാമമാണ് യേശു വെളിപ്പെടുത്തിയതെന്നും, അല്ലെങ്കിൽ നിന്റെ നാമം നിന്നെ സ്തുതിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തെ തന്നെയാണല്ലോ സ്തുതിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ ഏത് നാമത്തെയാണ് യേശു വെളിപ്പെടുത്തിയത്? തൃത്വപ്രകാരം ആ വിശ്വാസം ഏത് നാമമാണ് എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞാൽ, അത് ഏതെങ്കിലും പുതിയ നിയമഭാഗങ്ങൾ ഒന്ന് എടുത്തു കാണിച്ചാൽ മതി. കർത്താവ് എപ്പോഴാ അത് ചെയ്തേ എന്നുള്ള കാര്യം ഒന്ന് എടുത്തു കാണിച്ചാൽ മതി. പാസ്റ്റർ മനസ്സിലായി. ഇത് ഞാനിവിടെ നിന്ന് എഴുതിയിടാം. 4 ഇദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ പാസ്റ്ററിന് മനസ്സിലായത് എന്തൊക്കെയാന്ന് പറഞ്ഞേ, എന്നിട്ട് ഞാൻ നമ്മുടെ ആര് പറഞ്ഞായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്? വിൽസൺ സാറിന് ഇനി അത് ക്ലിയർ ആയിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എബ്രായർ 2:12. ഞാൻ ഇവിടെ ഒന്ന് ലൈറ്റ് ഇട്ടോട്ടെ എന്റെ മുറിയിൽ. ഒരു മിനിറ്റ്, അതുവരെ ഞാൻ ഒന്ന് ജസ്റ്റ് പാസ്റ്റർ കേൾക്കാം പറഞ്ഞോ. എബ്രായർ 2:12 ഞാൻ വായിച്ചു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അതെ, അത് അദ്ദേഹം പറഞ്ഞത് ആര് പറഞ്ഞതായിട്ടാ? നമ്പർ 1 ആരാ പറഞ്ഞത്? ബെഞ്ചമിൻ ബ്രദറെ, ആര് പറഞ്ഞതാണ് ആ കാര്യം എന്നാണ് ചോദ്യം. ഓൾറെഡി പറഞ്ഞല്ലോ, ഏകപുത്രൻ തന്നെയാണ്. ഏകപുത്രന്റെ ശബ്ദമാണ് അവിടെ പറയുന്നത്. പുത്രനാണ് പറഞ്ഞത്. ഞാനൊന്ന് എഴുതട്ടെ. സൺ ആണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? അവൻ ജഡത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തോടാണ് പറയുന്നത്. അത് ജഡത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞ വാക്യമാണ് അല്ലയോ? 100%. അല്ലെങ്കിൽ പിന്നെ സഹോദരൻ എങ്ങനെയാവുന്നു? അതവിടെ എക്സ്ക്ലമേറ്ററി സ്റ്റേറ്റ്. ഞാൻ ഒന്നുകൂടെ അവസരം തരാം, താങ്കൾ അത് വായിച്ചില്ലെന്ന്. സഹോദരനാകത്തില്ല. ഞാൻ പറയട്ടെ, എന്റെ വിശ്വാസം ജഡവും രക്തവുമായി തീരണം. രക്തബന്ധത്താലാണ് സഹോദരനായി തീരുന്നത്. സങ്കീർത്തനം 22:22 ആണ്.
അതെ അവിടെ അത് പറയുന്നുണ്ട് കോട്ടി എന്റെ ദൈവവും എനിക്ക് തന്ന എന്റെ മക്കളും, ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളും. അപ്പൊ അല്ല, ദൈവത്തോട് അങ്ങോട്ട് തന്നെയാണ് പോയില്ല. പറയുന്നത്. അല്ലല്ല, ഇത് എക്സ്ക്ലമേറ്റ്, ഞാൻ അകത്ത് താങ്കൾക്ക് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. 12ന്റെ തുടക്കത്തിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ടോ? മീൻസ് എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന വാക്കാണ് ഇത്. ഈ Correct. പറഞ്ഞ കാര്യം അതെ പറഞ്ഞപ്പോൾ, ഈ പറഞ്ഞത് കോട്ട് ചെയ്തപ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ സണ്ണാണ് നിങ്ങളുടെ ഫസ്റ്റ് ഉത്തരം, സണ്ണ് ഞാൻ സമ്മതിച്ചു. അപ്പൊ നമ്മള് ഏത് സങ്കീർത്തനമാണെന്നൊന്ന് പറയാമോ അത്? 22-ാം സങ്കീർത്തനം 22-ാം വാക്യം. അപ്പം 22-ാം സങ്കീർത്തനം 22-ാം വാക്യം. ഒരു മിനിറ്റ്, അത് ഞാൻ ആ സങ്കീർത്തനത്തിന്റെ വാക്യം ഒന്ന് എടുത്തോട്ടെ. യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ആ അത് വായിക്കാമോ? നിൽക്കാല്ലേ, ഞാൻ എടുക്കണം. പക്ഷേ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തൻ. അതെ. അത്ര മതി. നമ്മൾ എപ്പോഴും പോയിന്റ് വിട്ടുപോകരുത്. സങ്കീർത്തനത്തിൽ 22-ന്റെ എത്ര വാക്യം? 22. 22-ന്റെ 22. ഓക്കെ. അപ്പോ താങ്കൾ പറഞ്ഞു, നമ്മുടെ വിൽസൺ സഹോദരനും ഞാനും പറഞ്ഞു, അത് സണ്ണാണ് പറഞ്ഞിരിക്കുന്നത്. സൺ ആരോട് പറഞ്ഞിരിക്കുന്നു? ഞാൻ നിന്റെ നാമത്തെ എന്ന് പറയുമ്പോ സൺ ആരോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് വിൽസൺ സഹോദരൻ പറയുന്നത്? ഇവിടെ ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഇത് മശിഹയെ പറ്റിയുള്ള സങ്കീർത്തനം തന്നെയാണ്. മശിഹ പറയുന്നതായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുമല്ല, പ്രവാചകന്മാർ സകലരും സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മശിഹയുടെ ആത്മാവ് തന്നെയാണ് പ്രവചനം പറയുന്നത് അവിടെ. അത് കറക്റ്റ്. അതുകൊണ്ടാണ് സണ്ണെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് സണ്ണല്ല, മശിഹയുടെ ആത്മാവ്. സങ്കീർത്തനത്തിൽ പറയുമ്പോൾ മശിഹയുടെ ആത്മാവാണ്, അത് പ്രവചനമായിട്ടാണ് പറയുന്നത്. ആ പ്രവചനത്തെ അവിടെ നിവൃത്തിയായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ബേസിക്കലി ഹെബ്രായർ 2-ല്. അതെ, ആരോട് പറഞ്ഞായിട്ടാണ്? മശിഹയുടെ ആത്മാവ് ഇപ്പം ദൈവം എന്ന് പറയണമെങ്കിൽ അവൻ ദൈവത്തിന്റെ സ്ഥാനം വിട്ടിട്ട് ഒബ്വിയസ്ലി അവൻ ഇവിടെ ഒരു സൃഷ്ടിയുടെ ഭാഗമായിട്ട് വന്നാലല്ലേ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവൻ വരുവാൻ പോകുന്ന ആ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. സഹോദരന്മാരായി തീരുമ്പോൾ, അപ്പോൾ ജഡരക്തങ്ങളോട് കൂടിയവരായി തീരുമ്പോഴാണ് അവൻ സഹോദരനായി തീരുന്നത്. കറക്റ്റ്. ഈ പറയുന്ന സമയത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് അഥവാ സൺ പറയുന്ന സമയത്ത് ആരോടാണ് പറഞ്ഞത്? ക്രിസ്തുവിന്റെ ആത്മാവിനെ ഞങ്ങൾ സണ്ണ് ബിലീവ് ചെയ്യുന്നില്ല. സൺഷിപ്പ് വരുന്നത് ബോൺ ആയി കഴിഞ്ഞിട്ടാണ് സൺ ആകുന്നത്. ഓക്കെ, ആരോട് പറഞ്ഞു? അപ്പൊ ഭൂമിയിൽ നിൽക്കുമ്പോൾ, പ്രവചനത്തിൽ പറയുന്നത് ഭൂമിയിൽ നിൽക്കുമ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. പറഞ്ഞത് ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത്. ഇതാ ദൈവവും ഞാൻ എനിക്ക് തന്നിരിക്കുന്ന മക്കളും. അപ്പം സഹോദരങ്ങൾ മക്കളായി തീരും. അല്ല, ഞാൻ എന്റെ ചോദ്യം ആരോട് പറഞ്ഞു? ഇപ്പം ഭൂമിയിൽ നിൽക്കുമ്പോ പറഞ്ഞെന്ന് ദൈവവും എന്റെ ആരോട് വാക്യം അതല്ല, ദൈവം എന്റെ മക്കളുടെ വാക്യമല്ല. വാക്യം ഏതാണ്? അവിടെ യഹോവയായ ദൈവത്തോട് ഉള്ള റെഫറൻസിൽ തന്നെയാണ് പ്രവചനത്തിൽ പറയുന്നത്. യഹോവയായ ദൈവത്തോടുള്ള റെഫറൻസിൽ തന്നെയാണ് പ്രവചനത്തിൽ പറയുന്നത്. യഹോവയെങ്കിൽ ഞാൻ അത് നിവർത്തീകരിക്കപ്പെട്ടോ? ഭൂമിയിൽ വന്നപ്പം പറഞ്ഞു ചെയ്തോ? 100%. അവൻ നിത്യപിതാവായി തീർന്നത് അങ്ങനെയല്ലേ? ഇതാ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ അവൻ നിത്യപിതാവിന്റെ സ്ഥാനത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ്. അപ്പൊ പ്രവചന ആത്മാവ് സംസാരിക്കുമ്പോൾ ആരെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചാൽ, പറഞ്ഞത് സണ്ണിന്റെ ആത്മാവാണ് പറഞ്ഞത്. അത് ആരോട്? ക്രിസ്തുവിന്റെ ആത്മാവ്, അതായത് യഹോവയുടെ ആത്മാവ് തന്നെ സണ്ണിനെ പറ്റിയുള്ള നേച്ചറിൽ നിൽക്കുമ്പോൾ അവൻ പറയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. പറയാൻ പോകുന്ന കാര്യമാണ് സണ്ണ് പിതാവിനെ കുറിച്ച്, അല്ലെ? കറക്റ്റ്. ഓക്കെ, അതിന്റെ തൊട്ടടുത്ത വാക്യം, എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അവിടെ സഹോദരങ്ങൾ മക്കളായി തീരണമെങ്കിൽ 100% അവൻ മഹത്വീകരിക്കപ്പെടണം. അപ്പൊ അവിടെ സഹോദരൻ ആണല്ലോ. താഴെ ദൈവം എനിക്ക് തന്ന മക്കളും, ദൈവം എനിക്ക് തന്ന മക്കൾ. അപ്പൊ മക്കൾ ആരുടെയാ? മക്കൾ ഒരാളല്ലേ പിതാവുള്ളൂ. രക്ഷിക്കുന്നവരും രക്ഷിക്കപ്പെടുന്നവരും പിതാവ് ഒരുവൻ മാത്രം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിന്നെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. അപ്പൊ താങ്കളിൽ നിന്ന് വന്നു പിതാവാണ് മറ്റേ ആള്, ടു ഹും പറഞ്ഞേക്കുന്നത് പിതാവിനെ കുറിച്ച്, അല്ലെ? 100% മക്കളായി തീരുന്നെങ്കിൽ പിന്നെ അവന്റെ സ്ഥാനം പിതാവായി തീരും. ഇനി അടുത്തത്
മക്കൾ ജഡരക്തത്തോട് കൂടിയവരാക കൊണ്ട് അവനും, ഇനി നമ്മുടെ ആ പ്രധാന പോയിന്റിലേക്ക്, അവനും അവരെ പോലെ ജഡരക്തങ്ങളായി തീർന്നത് ആരാണ്? അവനും ഈ അപ്പം ജഡരക്തങ്ങളായി അവനും ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു അതിന്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ട് തന്നെ നോക്കുമ്പോൾ പറയുമ്പോൾ ഹി ഓൾസോ അല്ലെങ്കിൽ അവനും എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ജഡരക്തങ്ങളോട് കൂടിയവൻ അല്ലായിരുന്നു മുമ്പ്. ഓക്കെ, അവനും ജഡരക്തങ്ങളോട് കൂടിയവരായി തീരുമെന്ന് പറയുമ്പോൾ അവൻ നേച്ചർ വേറെയായിരുന്നു, അവന്റെ ഫോം വേറെയായിരുന്നു, അവന്റെ അതിലാരാണ്? സ്പിരിച്വൽ ഫോം അതിലാരാണ്? ആയിരുന്നു. ഇതിലാരാണ്? ഈ സണ്ണാണോ ഫാദറാണോ? ഞങ്ങൾക്ക് സണ്ണും ഫാദറും വ്യക്തിയല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹി കംസ് ഇൻ ദ നേച്ചർ ഓഫ് ദ സൺസ്, അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരുടെ നേച്ചറിലായി തീരുമ്പോഴാണ് അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി തീരുന്നത്. അപ്പോഴാണ് അവൻ സഹോദരനായി തീരുന്നത്. അപ്പൊ ഒരേ ദൈവത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആത്മാവായ ദൈവം പുത്രനായിട്ട്, അതായത് ജനിച്ചവനായിട്ട് ഈ ലോകത്തിൽ ജഡവും രക്തവുമായിട്ട് ഇവിടെ ലോകത്തിൽ നിൽക്കുമ്പോൾ അവനും അവരെ പോലെ, അതായത് ആത്മാവായ ദൈവം തന്നെ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീരുന്നു എന്ന് അവിടെ വചനത്തിൽ പറയും. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ഭാവം കൂടെ പറഞ്ഞ് അത് അങ്ങ് തീരുമാനത്തിലാക്കാം. 17-ാമത്തെ വാക്യം, സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നത് ആർക്കാണ്? സകലത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് മുമ്പേ സഹോദരനായിരുന്നു എന്നിട്ട് സകലത്തിൽ മാറ്റിയല്ല, സകലത്തിൽ എന്ന് പറയുമ്പോൾ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്ന ആർക്കാണെന്ന് എന്റെ ചോദ്യം. അല്ല, സകലത്തിലും തന്റെ സഹോദരന്മാരെ പോലെ ആയി തീരണമെന്ന് പറയുമ്പോൾ അവന്റെ നേച്ചർ, അവന്റെ ഫോമിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ജഡവും രക്തവും അവർക്കുള്ള ദാഹവും അവർക്കുള്ള വിശപ്പും അവർക്കുള്ള എല്ലാ കാര്യത്തിലും അവർക്കുള്ള ട്രയൽസ്, പാപത്തിൽ അവർ ജീവിക്കുന്ന എല്ലാ കാര്യത്തിലും ആ സഹോദരന്മാരെ പോലെ അവൻ സദൃശ്യനായി തീർണമായിരുന്നു. ഈ ലോകത്തിൽ വന്ന ന്യായ പ്രമാണത്തിന്റെ അണ്ടറിൽ ജീവിച്ച് ദൈവം, അതായത് അവൻ തന്നെ ദൈവമായിരിക്കെ പുറപ്പെടുവിച്ച ഓരോ നിയമത്തെയും അവൻ ഫുള്ളി കംപ്ലൈ ചെയ്ത് അവൻ സഹോദരന്മാരെ പോലെ കംപ്ലൈ ചെയ്ത് സദൃശ്യനായി എന്നാണ് അവിടെ പറയുന്നത്. ബേസിക്കലി അവിടെ മുമ്പേ നിങ്ങൾ കാണുന്നത് അതിനെ മുമ്പേ സഹോദരനായിരുന്നു, പിന്നെ അവൻ താഴേക്ക് വന്ന് സദൃശ്യനായി തീർന്നു എന്നാണ് പറയുന്നത്. സഹോദരനാവണമെങ്കിൽ രക്തബന്ധം വേണം, ജഡോ രക്തമായിരിക്കും. അല്ല, അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ ഈ ഫിസിക്സും ബയോളജിയും ഒന്നും അല്ല നമ്മുടെ ഇവിടുത്തെ. ഇവിടെ അല്ല വെയിറ്റ്, തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നത് ആർക്കാണ്? ഞാൻ പറയട്ടെ ലോറൻസ്, ഫാദറിനാണോ? നിങ്ങൾ കാണുന്നത് ഇത് മുമ്പേ ഒരു രണ്ട് വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാരുമായിട്ട് സാദൃശ്യമാകണമെങ്കിൽ ആദ്യം അവനൊരു രക്ഷാനായകനായിട്ട് ഈ ലോകത്തിൽ കടന്നു വരണം. അപ്പോഴാണ് അവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീരുന്നത്. അപ്പോഴാണ് അവൻ സഹോദരനായി തീരുന്നത്. രക്തബന്ധമില്ലാത്തവൻ ഒരിക്കലും സഹോദരനല്ല. രക്തബന്ധം ചോദിക്കട്ടെ, അല്ല ബ്രദറെ, ലോറൻസ്, ഇവര് പറയുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഉള്ള ആ പ്രത്യക്ഷതയിൽ, അവർ പറയുന്ന വാക്കനുസരിച്ച് പ്രത്യക്ഷതയിൽ നമ്മൾ പറയുന്നു മനുഷ്യനായി അവതരിക്കുന്നു, അല്ലെ ജനിക്കുന്നു. അപ്പോഴും യേശു ക്രിസ്തു സ്വർഗത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ആ ആത്മാവ് സ്വർഗത്തിലുണ്ട്. പക്ഷെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെയും പ്രത്യക്ഷപ്പെടാം. ഒരേ സമയത്ത് തന്നെ ഒരു 10,000 ആത്മാക്കളായി പ്രത്യക്ഷപ്പെടാം, ലക്ഷങ്ങളായി പ്രത്യക്ഷപ്പെടാം. അങ്ങനെ ഒരു അവതാരമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷതയായിട്ട് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. ഭൂമിയിലേക്ക് യേശു കടന്നു വന്ന് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് ദൈവം തന്റെ അതേ പവറിൽ യേശുക്രിസ്തു തന്നെ ദൈവമായിട്ട് സ്വർഗത്തിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതാണ് ഈ ആശയക്കുഴപ്പം വരുന്നത്. അതാണ് അവരുടെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചത് തന്നെയാണ്. ഇതിൽ ആർക്കാണ് ഇപ്പൊ സ്വർഗത്തിൽ ഇപ്പൊ പിതാവായിട്ട് തന്നെ ഇരിക്കുവായിരുന്നു, ഭൂമിയിൽ വന്നപ്പോഴാണല്ലോ ഈ സഹോദരനൊക്കെ ആയത്, ഭൂമിയിൽ വന്നപ്പോഴാണല്ലോ. പക്ഷെ വരുന്നതിന് മുമ്പേ തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നത് ആർക്കാണെന്ന് എന്റെ ചോദ്യം. പിതാവിനാണോ? ആവശ്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അല്ല, അവര് പറയുന്ന പിതാവിനെയും പുത്രനെയും രണ്ടായിട്ട് കാണുന്നില്ല, ഒന്നായിട്ട് കാണുന്നു.
ആദ്യമേ ഒന്ന് അപ്പൊ വായിക്കും. ഇത് പാപങ്ങൾക്ക് പിതാവിനാണോ സഹോദരന്മാര്? അല്ലല്ല, ഇവിടെ ബ്രദർ ആദ്യമേ വായിക്കുന്നത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടിയാണ് അവൻ സഹോദരനായി തീരേണ്ടത്. അല്ലെങ്കിൽ അവൻ സഹോദരനായി തീരേണ്ട ആവശ്യമില്ല. പാപങ്ങൾക്ക് പരിഹാരം വരുത്തണമെങ്കിൽ അവനൊരു യാഗത്തിന്റെ ഒരു കുഞ്ഞാടായി തീരണമെങ്കിൽ അവൻ സഹോദരന്മാരെ പോലെ ആയിത്തീരണം. എന്നാലേ അവർക്ക് വേണ്ടി യാഗം കഴിച്ച് അപ്പൊ അവരുടെ ഫുൾ നേച്ചറിൽ വരണമെന്നാണ് വളരെ വ്യക്തമായിട്ടുള്ള വാക്യമാണ്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവ് ലഭിച്ചവര് അതിനെ കാണുന്നതും ഈ ഒരു 2 വ്യക്തികളിൽ നിന്ന് മുമ്പേ അല്ലെങ്കിൽ 3 വ്യക്തികളിൽ നിന്ന് മുമ്പേ അത് ധരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു വചനം, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. ജനം ആരാണ്? ജനത്തിന്റെ പാപങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മക്കൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ പോകുന്ന മക്കളെ പറ്റിയാണ്. അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവരെ പോലെ അവരുടെ നേച്ചറിൽ കടന്നു വരുന്നത്, സഹോദരന്മാരെ പോലെ അവര് ആയിത്തീരുന്നെന്ന് പറയുന്നത്. അവിടെ വളരെ വ്യക്തമാണ്. അവിടെ വേറെ കൺഫ്യൂഷൻ ഇല്ല. ആരാണ് അയച്ചത് ആരാ ഈ ഭൂമിയിലേക്ക്? അതാണ് ഈ ദൈവമാണല്ലോ ഒരു മനുഷ്യനെ ആത്മാവ് കൊടുത്ത് വിടുമ്പോൾ അയച്ചു എന്ന് പറയുന്നത്. അയച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ വിട്ടു അല്ലെ? ആരാ വിട്ടത്? വിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേഴ്സൺ അതുപോലെ ഇങ്ങോട്ട് വരുമല്ലോ. That is your reading of the scripture. For us, reading of the scripture is ഒരു പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവാൽ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളപ്പോൾ അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്. അത് പ്രവാചകനെ അവൻ താഴ്ത്തുകയും തന്നെത്താൻ ഒഴിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സ്പിരിച്വൽ നേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ദൈവത്തോടുള്ള സമത്വം അല്ലെ മുറുകെ പിടിക്കാതെ ഈ ആള് തന്നെത്താൻ, അപ്പൊ ദൈവത്തോടുള്ള സമത്വം പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തിയത് ആരാണ്? അതാണ് അവന്റെ മനുഷ്യത്വത്തെ പറ്റിയാണ്, അവന്റെ മനുഷ്യത്വത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ നിങ്ങൾ 2 പേഴ്സൺ ഉണ്ടാക്കുന്നു, അവന്റെ മനുഷ്യത്വത്തെ പറ്റിയാണ്, അവന്റെ ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ്. എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ മനുഷ്യത്വം? മനുഷ്യത്വം എടുത്തില്ലല്ലോ, തന്നെത്താൻ താഴ്ത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ദൈവത്തോടുള്ള സമത്വം അല്ലല്ല, അവൻ when he was found in the form ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ അവിടെ 2 പേഴ്സൺ വരുന്നില്ലേ? അതാണ് ഈ ചോദ്യം. അല്ല, അത് നിങ്ങൾ കാണുന്ന അങ്ങനെ. യേശു സമ്മതിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു പറഞ്ഞു പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു എന്ന് പറയുമ്പോ ഒരു വ്യക്തിയെ മാത്രം അവിടെ അതല്ല ചോദ്യം കാണുന്നില്ല. അതായത് ഇവിടെ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. അപ്പൊ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്നത് 2 പേഴ്സൺ അവിടെ കാണുന്നില്ല എന്ന ചോദ്യം. ഇല്ല, എനിക്ക് കാണുന്നില്ല. പുള്ളി കാണുന്നില്ല. ഇനി അടുത്തതിന് കണ്ടോണേ. അതുകൊണ്ട് 10ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ആരെയാ? ഈ തന്നെത്താൻ താഴ്ത്തിയ ആളെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത വ്യക്തി തന്റെ പ്രവൃത്തി നിവർത്തിച്ചപ്പോൾ ദൈവം അവനെ അതുകൊണ്ട് ഉയർത്തി എന്നാ പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത് ഏത് ജാതിയെ കൊണ്ട് വായിപ്പിച്ചാലും അവർക്ക് 2 വ്യക്തിയെ കാണും. അതിന് ബ്രദർ ആത്മാവ് ലഭിച്ചൊന്നും ഇതിനകത്ത് ഇത് വായിക്കേണ്ട ആവശ്യമില്ല. ഏത് ജാതീയം തന്നിരിക്കുന്ന കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു വ്യക്തി വായിച്ചാൽ ദൈവം മാനുഷികമായാണ്. വലിയ ജ്ഞാനമൊന്നും വേണ്ട ഇതിന് വലിയ ജ്ഞാനമൊന്നും വേണ്ട. ഇതൊരു കോമൺ സെൻസ് മാത്രം മതി. അതാ പറഞ്ഞേ, അത് കോമൺ സെൻസ് വെച്ചാണ്. ഇതുപോലും ഇല്ലാതെ നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലെന്നല്ലേ ആളുകൾ പറയും? ഒരിക്കലില്ല. അല്ല, ഒരു മിനിറ്റ് അതിനവിടെ നിൽക്കട്ടെ. സൈമൺ ഇടയ്ക്ക് 9ാം വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ, അങ്ങനെ വരുമ്പോ 2 പേഴ്സൺ ആയില്ലേ അവിടെ? അതാ നിങ്ങൾ അവന്റെ ഹ്യൂമൻ നേച്ചറിനെ അല്ല കാണുന്നത്, അവന്റെ ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ അതിനെ 2 വ്യക്തികളാക്കി മാറ്റി. അല്ല, അപ്പൊ അത് ബ്രദർ ഒന്ന് പറഞ്ഞേ, ആരെ ഉയർത്തി എന്നാ പറയുന്നത്? അപ്പൊ ഞാൻ പറയുക, യേശു ഈ ലോകത്തിൽ നിന്നപ്പോൾ അവൻ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേലയെ ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ ആരെങ്കിലും 2 വ്യക്തികളെ കണ്ടിരുന്നോ? അല്ല, ഞാൻ ചോദിക്കും, ഇതിന്റെ ഒന്ന് മറുപടി ഒന്ന് പറഞ്ഞേ. അപ്പൊ അദൃശ്യനായ ആത്മാവായ ദൈവം തന്നെയാണ് ഉയർത്തിയെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ 2 വ്യക്തികളാണെന്ന് പറയാം? വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കും.
അല്ല ആരാരെ ഉയർത്തി എന്ന് പറ. ഞാനൊന്ന് അത് വിശദീകരിച്ചു ആത്മാവായ കൊടുക്കാം. അല്ല ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. അദൃശ്യനായ അല്ല ദൈവം ഒരു മിനിറ്റ് ആത്മാവായ ഞാൻ തീർത്തോട്ടെ. അദൃശ്യനായ ദൈവം ആത്മാവായ ദൈവം ആ മനുഷ്യനായ വേഷത്തിൽ മനുഷ്യനായ യേശുവിനെ ഉയർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളെ ആക്കി മാറ്റുന്നു. അത് നിങ്ങളുടെ പ്രശ്നമാണ്. ആത്മാവായ ഏക ദൈവമേ അവിടെ ഉള്ളൂ. ആ ആത്മാവിന്റെ പ്രവൃത്തിയാണ് അവിടെ. അല്ലല്ല ഒന്നുകൂടെ പറയാം. ഒന്ന്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു വ്യക്തി അപ്പൊ അവന് സമത്വം ഉണ്ടോ? സമത്വം മുറുകെ പിടിച്ചില്ലെങ്കിൽ സമത്വം ഉണ്ടോ? അല്ല, ട്രിനിറ്റിയുടെ വണ്ണസ് പറയണ്ട, നിങ്ങളുടെ വണ്ണസ് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഒരു ദൈവത്തോടുള്ള പിതാവാണ് ഏകൻ,